നമുക്ക് അടുത്തേക്ക് പോവാം. കാഷ്വൽ വേക്കൻസി, സെക്ഷൻ 139 സബ്സെക്ഷൻ 8, കാഷ്വൽ വേക്കൻസി. സോ വാട്ട് ഈസ് കാഷ്വൽ വേക്കൻസി? വേക്കൻസി എന്ന് പറഞ്ഞതിന് അർത്ഥം ഓഡിറ്റർ ഓഫീസ് വേക്കന്റ് ആവുക. പല രീതിയിൽ വേക്കന്റ് ആവാം. ഓഡിറ്റർ റിസൈൻ ചെയ്യാം, ഓഡിറ്റർ ടേം കഴിയാം, അല്ലെ? ടേം കഴിഞ്ഞാൽ എന്തായാലും വേക്കന്റ് ആവും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ വരാം. എന്ത് കാഷ്വൽ വേക്കൻസി നോക്കാം. സെക്ഷൻ 139 സബ്സെക്ഷൻ 8 ആണ് കാഷ്വൽ വേക്കൻസി. നോക്കാം. ഓഡിറ്റേഴ്സ് ഓഫീസ് ബിക്കം വേക്കന്റ്. ഓഡിറ്റർ ഓഫീസ് വേക്കന്റ് ആവുക after the auditor is being validly, നമ്മുടെ എഴുതി വെക്കുന്നു വാലിഡിറ്റി എന്നല്ല വേണ്ട, validly appointed. ഓഡിറ്റർ വാലിഡ് ആയി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ശേഷം ഓഡിറ്റർ ഓഫീസ് വേക്കന്റ് ആവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാഷ്വൽ വേക്കൻസി. സോ വാട്ട് ഈസ് കാഷ്വൽ വേക്കൻസി? ഓഡിറ്റേഴ്സ് ഓഫീസ് ബിക്കം വേക്കന്റ് after he is validly appointed. എന്ത് വാലിഡ്ലി അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ADT 1 ഫയൽ ചെയ്യുമ്പോഴാണ് വാലിഡ് അപ്പോയിന്റ്മെന്റ്. ഓൾറെഡി നമ്മൾ അപ്പോയിന്റ്മെന്റ് പഠിച്ചിട്ടില്ലേ? സോ ADT 1 ഫയൽ ചെയ്ത് എന്നെ അപ്പോയിന്റ് ചെയ്തു. അതിനുശേഷം ഓഫീസ് എൻഡ് ഓഫീസ് വേക്കന്റ് ആവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാഷ്വൽ വേക്കൻസി. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറയാം ടെനർ കഴിയണേന്റെ മുമ്പേ. ടെനർ വന്നിട്ട് ഇപ്പോ ഇൻഡിവിജ്വലിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ടേം അല്ല ഓഫ് 5 consecutive years. ഇനി അതല്ല ഫേം ആണെങ്കിൽ 2 terms of 5 consecutive years. ആ ടേം കഴിയുന്നതിന് മുമ്പേ ഓഡിറ്റർ ഓഫീസ് വേക്കന്റ് ആവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാഷ്വൽ വേക്കൻസി. അപ്പൊ എന്താ അടുത്ത സെന്റൻസോ? ഇറ്റ് ഈസ് ദ വേക്കൻസി ബിഫോർ ദ എക്സ്പയറി ഓഫ് ടേം. ഓൺ എക്സ്പയറി ഓഫ് ടേം എന്തായാലും വേക്കന്റ് ആവും. കാലാവധി കഴിഞ്ഞാൽ എന്നെ റിമൂവ് ചെയ്യണം എന്തായാലും, അപ്പൊ വേക്കന്റ് ആവും, പുതിയ അപ്പോയിന്റ് ചെയ്യും. പക്ഷെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഓഫീസ് വേക്കന്റ് ആവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാഷ്വൽ വേക്കൻസി. ഓക്കെ, അതിന് പല റീസൺസ് ഉണ്ടാവാം. റെസിഗ്നേഷൻ ആവാം, അല്ലെ? അല്ലെങ്കിൽ സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഡിറ്റർ ഓഫീസ് വേക്കന്റ് ആവുമെന്ന് പറഞ്ഞത്, അല്ലെ? സോ അതിനെ നമുക്ക് വിളിക്കാം. Then അടുത്തത് ഡിസൊല്യൂഷൻ ഓഫ് ദ ഓഡിറ്റ് ഫേം. ഓഡിറ്റ് ഫേം ഡിസോൾവ് ചെയ്ത് പോയുണ്ടാവാം, ഡെത്ത് ഓഫ് ദ ഓഡിറ്റർ ആവാം, അല്ലെങ്കിൽ കമ്പനി റിമൂവ് ചെയ്താവാം. എന്ത് റീസൺസ് വേണമാവാം. അപ്പൊ റെസിഗ്നേഷൻ ആവാം, സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ആവാം, ഡിസൊല്യൂഷൻ ഓഫ് ദ ഓഡിറ്റ് ഫേം ആവാം, ഡെത്ത് ഓഫ് ദ ഓഡിറ്റർ ആവാം, റിമൂവൽ ആവാം. ഏത് കാരണമായിക്കോട്ടെ എക്സ്പയറിക്ക് മുമ്പ് ബിഫോർ എക്സ്പയറി ഓഫ് ടേം ഓഡിറ്റർ ഓഫീസ് വേക്കന്റ് ആവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാഷ്വൽ വേക്കൻസി. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ട്രൂ ഓർ ഫോൾസിന് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. Non-acceptance of engagement by CA does not amount to casual vacancy. Non-acceptance of engagement. ഫോർ എക്സാമ്പിൾ എന്നെ അപ്പോയിന്റ് ചെയ്തു, ഞാൻ കൺസെന്റ് ഒക്കെ കൊടുത്തിരുന്നു, എന്നെ അപ്പോയിന്റ് ചെയ്തു, എന്നിട്ട് എന്നെ ഇന്റിമേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു അയ്യോ ഇതെനിക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, ഒരു കാര്യം ചെയ്യൂ, ഞാനത് എന്റെ കൺസെന്റ് ഞാൻ പിൻവലിക്കുന്നു. റെസൊല്യൂഷൻ ഒക്കെ പാസ്സായി, എന്നിട്ടാണ് എന്നെ ഇന്റിമേഷൻ അറിയിക്കുന്നത്. ADT 1 ഫയൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. എന്നിട്ട് റെസൊല്യൂഷൻ അവർ പാസ്സാക്കി വിത്തിൻ റീസണബിൾ ടൈം എന്നെ ഇന്റിമേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ആ ഇന്റിമേറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് സോറി, ഇത് എനിക്ക് ആദ്യം എടുക്കാമെന്നായിരുന്നു, പക്ഷെ എനിക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഓഡിറ്റ് ചെയ്യാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കൺസെന്റ് പിൻവലിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും വാലിഡ്ലി അപ്പോയിന്റഡ് ആയിട്ടില്ലല്ലോ, ADT 1 ഫയൽ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നോൺ ആക്സെപ്റ്റൻസ് ഓഫ് എൻഗേജ്മെന്റ് ബൈ CA ഡസ് നോട്ട് എമൗണ്ട് ടു കാഷ്വൽ വേക്കൻസി. അവിടെ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നേ പറയാൻ പറ്റൂ. ഉടനെ തന്നെ അടുത്ത ഓഡിറ്റർ എന്ത് ചെയ്യണം? അപ്പോയിന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നല്ലോ. സോ ഓഡിറ്റർ ഓഫീസ് ബിക്കംസ് വേക്കന്റ് ബിഫോർ he is after he is validly appointed, before the expiry of term, and maybe reasons may be resignation, subsequent disqualification, dissolution, death of the auditor, removal, etc. ഇനി ഇതെങ്ങനെ ഫിൽ ചെയ്യാം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫില്ലിംഗ് അപ്പ് ഓഫ് കാഷ്വൽ വേക്കൻസി. എങ്ങനെയാണ് കാഷ്വൽ വേക്കൻസി ഫിൽ ചെയ്യേണ്ടത്? അതൊരു അപ്പോയിന്റ്മെന്റ് തുല്യമാണല്ലോ. കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യുക എന്നുള്ള ഏതിന് തുല്യ? അപ്പോയിന്റ്മെന്റിൽ തുല്യമാണ്. സോ എങ്ങനെ കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യുക? അത് ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ within 30 days from of the date of casual vacancy. Casual vacancy ഉണ്ടായിട്ട് 30 ദിവസത്തിനുള്ളിൽ CAG എന്തിരിക്കും? ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ CAG വരാം. CAG എന്ത് ചെയ്തിരിക്കണം? കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്തിരിക്കണം. സോ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ to be filled by CAG within 30 days of casual vacancy. But if there is a failure, CAG എന്ത് ചെയ്തിട്ടില്ല, within 30 days അപ്പോയിന്റ് ചെയ്തില്ല എങ്കിൽ അപ്പൊ എന്താ വരാ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് within next 30 days. Board of Directors within next 30 days. അടുത്ത 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കാഷ്വൽ വേക്കൻസി ഫിൽ ചെയ്തിരിക്കണം. സോ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ CAG ആണ് ഫിൽ ചെയ്യേണ്ടത് within 30 days of കാഷ്വൽ വേക്കൻസി. ബോർഡ് ഓഫ് ഡയറക്ടർ CAG പേര് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതൊക്കെ MCQ ട്രൂ ഓർ ഫോൾസ് എന്ന ഭാഗങ്ങളാണ് കേട്ടോ. നോൺ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ രണ്ട് രീതിയിലാണ് പറയണത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒന്നെന്ന് പറയുന്നത് റെസിഗ്നേഷൻ വഴിയാണ് കാഷ്വൽ വേക്കൻസി ഉണ്ടാവണമെങ്കിലും അല്ലെങ്കിൽ ഡ്യൂ ടു അതർ റീസൺസ് ആണെങ്കിൽ, പല റീസൺസ് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ അല്ലെ.
അല്ലെ റെസിഗ്നേഷൻ വഴിയാണെങ്കിൽ അതർ റീസൺസ് വഴിയാണെങ്കിൽ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. റെസിഗ്നേഷൻ വഴിയാണെങ്കിൽ അതർ റീസൺസ് വഴിയാണെങ്കിൽ ഇവിടെ ഗവൺമെന്റ് കമ്പനിയാണെങ്കിൽ അങ്ങനത്തെ ഇല്ല, ഏതായാലും ഒരു ഒറ്റ പ്രൊസീജിയർ പറയുള്ളൂ. പക്ഷെ അതർ ദാൻ ഗവൺമെന്റ് കമ്പനി, നോൺ ഗവൺമെന്റ് കമ്പനിയാണ്, റെസിഗ്നേഷൻ ആണ് എങ്ങനെയാണ്, അതർ ദാൻ റെസിഗ്നേഷൻ ആണ് എങ്ങനെയാണ്. ശ്രദ്ധ, റെസിഗ്നേഷൻ ആണെങ്കിൽ അപ്പോയിന്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുക വിത്തിൻ 30 days എന്നൊക്കെ പറയണത്. ബട്ട് ഇറ്റ് ഷാൽ ബി അപ്രൂവ്ഡ് ബൈ ദ കമ്പനി അറ്റ് GM, ജനറൽ മീറ്റിംഗിലെ കമ്പനി എന്ത് ചെയ്യണത്, അപ്രൂവ് ചെയ്തിരിക്കണം. സോ റെസിഗ്നേഷൻ ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്യാം, പക്ഷെ അത് ആര് അപ്രൂവ് ചെയ്തിരിക്കണം, ജനറൽ മീറ്റിംഗിൽ മെമ്പേഴ്സ് അപ്രൂവ് ചെയ്തിരിക്കണം അത് റെസിഗ്നേഷൻ വഴി ഉണ്ടായ ക്യാഷ് വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട്. അതർ റീസൺസ് ആണ് സിമ്പിൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 30 ദിവസത്തിന്റെ ബോർഡ് മീറ്റിംഗിൽ എന്ത് ചെയ്താൽ മതി, ഫിൽ ചെയ്താൽ മതി. അവിടെ ജനറൽ മീറ്റിംഗിന്റെ ഉദ്ദേശം വരുന്നില്ല. സോ നോൺ ഗവൺമെന്റ് കമ്പനി ഡ്യൂ ടു റെസിഗ്നേഷൻ ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യുക, ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ കമ്പനി ആൻഡ് ജനറൽ മീറ്റിംഗ്. അതർ റീസൺസ് കൊണ്ടാണ് ക്യാഷ് വേക്കൻസി വരണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഫിൽ ചെയ്യാം വിത്തിൻ 30 days ഓഫ് വേക്കൻസി. ഇനി ഇവരുടെ ടെനർ എങ്ങനെയാ, സിമ്പിൾ, നമുക്ക് 5 AGM 5 AGMs എന്ന് പറയുന്നത് AGM അപ്പോയിന്റ് ചെയ്താൽ മാത്രമേ 5 AGMs കൺസെപ്റ്റ് വരുന്നുള്ളൂ, അല്ലാതെ എവിടെ അപ്പോയിന്റ് ചെയ്താലും അടുത്ത AGM കൺക്ലൂഷൻ വരെ ആയിരിക്കും. സോ the tenure of the auditor will be from the date of his appointment to the conclusion of next AGM. എപ്പോഴും ഓർക്കേണ്ട കാര്യം, AGM-ത്തിലാണ് അപ്പോയിന്റ് ചെയ്ത 5 AGMs കിട്ടും, അതർ ദാൻ AGM-ത്തിലാണോ പിന്നെ 5 AGMs ഇല്ല, അടുത്ത AGM കൺക്ലൂഷൻ വരെ എടുക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് വേണമെങ്കിൽ തുടർന്ന് എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ആണ്, ഇനി ഒരു 4 AGM കൂടിയേ പറ്റുള്ളൂ, മൊത്തം 5 AGM വരാൻ പാടുള്ളൂ. So this is all about the filling up of casual vacancy. So what is casual vacancy? Section 139 subsection 8. Auditor's office become vacant after he is validly appointed. Before tenure of expiry of his tenure, his office become vacant. Maybe reasons resignation ആയിരിക്കാം, subsequent disqualification ആയിരിക്കാം, dissolution ആയിരിക്കാം, death of auditor ആയിരിക്കാം, removal ആയിരിക്കാം. But non-acceptance of engagement by a CA does not amount to casual vacancy. അത് എങ്ങനെ ഫിൽ ചെയ്യണം? ഗവൺമെന്റ് കമ്പനി CAG within 30 days of casual vacancy, failure board of directors within next 30 days. Non-government company due to resignation ആണെങ്കിൽ board of directors which will appoint the will fill the casual vacancy which should be approved by the company at general meeting. Other than resignation reasons for the casual vacancy by the board of directors within next 30 days. And the tenure ennaanu appointed annotta adutha AGM-inde conclusion vare. So this is all about section 139 subsection 8 casual vacancy. ഇനി അടുത്ത നോക്കാം, റീഅപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ സെക്ഷൻ 139 സബ്സെക്ഷൻ 9. ശ്രദ്ധിക്കുക, റീഅപ്പോയിന്റ്മെന്റ് എന്ന കൺസെപ്റ്റ് applicable ആവണം നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 139(2) applicable ആയിട്ടുള്ള കേസിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ 1 ടേമും ഫേം ആണെങ്കിൽ 2 terms ആണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ കൂളിംഗ് ഓഫ് പീരീഡ് ആണ് അല്ലേ. അപ്പൊ ഇവർക്ക് എന്ത് കൺസെപ്റ്റ് ഇല്ല, റീഅപ്പോയിന്റ്മെന്റ് എന്ന കൺസെപ്റ്റ് ഇല്ല, കാരണം പിന്നെ കൂളിംഗ് ഓഫ് പീരീഡ് അല്ലേ വരുന്നത്. പക്ഷേ ഈ ഫേമിന്റെ കേസിൽ റീഅപ്പോയിന്റ്മെന്റ് ഒരു കൺസെപ്റ്റ് വരില്ല, കാരണം അവരുടെ ഫസ്റ്റ് ടേം കഴിഞ്ഞ സെക്കൻഡ് ടേമിൽ അവരെ റിമൂവ് ചെയ്തിട്ട് സെക്കൻഡ് ടേമിലേക്ക് വേണമെങ്കിൽ റീഅപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ അവിടെ റീഅപ്പോയിന്റ്മെന്റ് ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, റൊട്ടേഷൻ സിസ്റ്റം അപ്ലിക്കബിൾ അല്ലാത്ത കമ്പനീസ് ഉണ്ട്, അവർക്കും റീഅപ്പോയിന്റ്മെന്റ് കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടാണ് ഈ പോയിന്റ് കേട്ടോ. ചിലവർ ചോദിക്കേണ്ട, സാർ ഇപ്പൊ കൂളിംഗ് ഓഫ് പീരീഡ് അല്ലേ, റീഅപ്പോയിന്റ്മെന്റ് കൊണ്ട് തിയറി പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ 2 കേസസിൽ വരാം. ഒന്ന്, ഫേമിന്റെ ഫസ്റ്റ് ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ടേമിന് അവർ എലിജിബിൾ ആണ് റീഅപ്പോയിന്റ് ചെയ്യപ്പെടുക, അപ്പൊ അവിടെ വരുന്ന റീഅപ്പോയിന്റ്മെന്റ് കൺസെപ്റ്റ്. രണ്ടാമത്തെ നോൺ അപ്ലിക്കബിലിറ്റി, അത് അപ്ലിക്കബിൾ അല്ലാത്ത കേസ് റൊട്ടേഷൻ സിസ്റ്റം, അവിടെ നമുക്ക് റീഅപ്പോയിന്റ്മെന്റ് കൺസെപ്റ്റ് വരുന്നത് കേട്ടോ. സോ റീഅപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ സെക്ഷൻ 139 സബ്സെക്ഷൻ 9. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. റീഅപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടോ അതേ പ്രൊസീജിയേഴ്സിന്റെ റീഅപ്പോയിന്റ്മെന്റ് ഉണ്ട്, അതിൽ വ്യത്യാസമില്ല. സോ ദ ടേം അപ്പോയിന്റ്മെന്റ് ഇൻക്ലൂഡ്സ് റീഅപ്പോയിന്റ്മെന്റ്. Therefore, all the procedures applicable for appointment should be followed in the case of reappointment as well. അപ്പൊ എന്തൊക്കെ procedures appointment ഉണ്ടോ അതേ procedures-ന് reappointment വേണം. പക്ഷെ ഇവിടെ എക്സാമിന് ചോദിക്കാവുന്ന 3-4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരാളെ റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റുക. He is eligible for reappointment, but എന്നിരുന്നാൽ പോലും കമ്പനി ചില കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അയാളെ റീഅപ്പോയിന്റ് ചെയ്യാനായിട്ട്. ഹീസ് എലിജിബിൾ, അയാളെ റീഅപ്പോയിന്റ് ചെയ്യാം, പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ട് നോക്കിയിട്ട് വേണം റീഅപ്പോയിന്റ് ചെയ്യാനായിട്ട്. അത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? സോ ഓൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻസ്. അപ്പൊ എലിജിബിൾ ആയിട്ടുള്ള റീഅപ്പോയിന്റ്മെന്റ് എലിജിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് താഴെ പറയുന്ന കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അയാളെ റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ക്ലിയർ ആവല്ലേ?
അപ്പൊ റീഅപ്പോയിന്റ്മെന്റ് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് അല്ലാത്തവർക്ക് ഇതിനെ പറ്റി ആലോചിക്കേണ്ട 139 സബ്സെക്ഷൻ 9 അപ്ലിക്കബിൾ അല്ല, റീഅപ്പോയിന്റ്മെന്റ് അപ്ലിക്കബിൾ അല്ലെങ്കിൽ റീഅപ്പോയിന്റ്മെന്റ് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ അവരെ റീഅപ്പോയിന്റ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന എല്ലാ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. കണ്ടീഷൻ നമ്പർ 1, he is not disqualified from reappointment. അപ്പൊ വീണ്ടും എന്താ കമ്പനി നോക്കണ്ട, ഡിസ്ക്വാളിഫിക്കേഷൻസ് അപ്ലിക്കബിൾ ആണോ നോക്കണം. if he is disqualified അയാൾ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല, അയാൾ റീഅപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. So whether he is disqualified from reappointment, but disqualified ആണോ നോക്കണം. രണ്ടാമത്തെ, ഇനി ഡിസ്ക്വാളിഫൈഡ് അല്ലാന്ന് വിചാരിക്കാം, അപ്പൊ അടുത്ത പോയിന്റ് ചെക്ക് ചെയ്യണം. നീ പറയാം ഞാനാണ് ഓഡിറ്റർ, ഞാൻ ഡിസ്ക്വാളിഫൈഡ് അല്ല, പക്ഷെ എനിക്ക് സ്വമേധയെ പറയാം ഇനി എനിക്ക് താല്പര്യമില്ല കേട്ടോ നിങ്ങളുടെ ഓഡിറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ പറയാലോ അല്ലെ. സോ he has not given a notice in writing to the company showing his unwillingness to be reappointed. അങ്ങനെ ഞാൻ റീഅപ്പോയിന്റ് ചെയ്യപ്പെടണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് കാണിച്ചുകൊണ്ടൊരു നോട്ടീസ് എന്ത് ചെയ്യണം, തന്നിരിക്കാനും പാടില്ല. അപ്പൊ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ റീഅപ്പോയിന്റ് ചെയ്യാൻ പാടില്ല, ക്വാളിഫൈഡ് ആയിട്ട് അല്ലെ. ഞാൻ പറഞ്ഞു മനസ്സിലാവില്ലേ. അപ്പൊ അങ്ങനെ തന്നിരിക്കാനും പാടില്ല. So he has not given a notice in writing to the company showing his unwillingness to be reappointed. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കി. അപ്പൊ ഡിസ്ക്വാളിഫൈഡ് ആണോ, ആദ്യത്തെ കണ്ടീഷനിൽ പോയി അയാൾ റീഅപ്പോയിന്റ്. ഡിസ്ക്വാളിഫൈഡ് അല്ല, ക്വാളിഫൈഡ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കാം, whether he has given any notice in writing expressing his unwillingness to be reappointed. അതും ഇല്ല എങ്കിൽ തേർഡ് കണ്ടീഷൻ നോക്കാം, a special resolution has not been passed at the meeting appointing some other auditor. ഇയാൾക്ക് പകരം വേറെ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വല്ല സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, പരിശോധിക്കണം. അങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ക്വാളിഫൈഡ് ആയിക്കോട്ടെ, അയാളുടെ വില്ലിംഗ്നെസ് എക്സ്പ്രസ് ചെയ്തായിക്കോട്ടെ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെയാ, ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ്, he has not given any notice in writing expressing his unwillingness to be reappointed, a special resolution has not been passed at general meeting for appointing some other person, or സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും പാസ്സാക്കിയിട്ടില്ല, പക്ഷെ വേണമെങ്കിൽ മീറ്റിംഗിന് ഇങ്ങനെ സംസാരത്തിൽ വരാം, ഇനി അയാൾ അപ്പോയിന്റ് ചെയ്യണ്ട കേട്ടോ എന്നൊരു ഒരു അഭിപ്രായം കയറി വരാം അല്ലെ. അങ്ങനെ അഭിപ്രായം വരാനും പാടില്ല. സോ നോട്ട് പ്രൊവൈഡഡ് എക്സ്പ്രസ്ലി ദാറ്റ് the existing auditor shall not be reappointed. ഈ ഓഡിറ്റർ ഇനി കണ്ടിന്യൂ ചെയ്യണ്ട എന്ന് എക്സ്പ്രസ്ലി സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും പാസ്സാക്കില്ല, പക്ഷെ എക്സ്പ്രസ്ലി അതിനെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടായിരിക്കാനും പാടില്ല. ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാൾ എന്ത് ചെയ്യാം, റീഅപ്പോയിന്റ് ചെയ്യാം. അപ്പൊ ഏതൊക്കെ 4 കണ്ടീഷൻ വന്നാൽ, ഒന്ന് അയാൾ ഡിസ്ക്വാളിഫൈഡ് അല്ല, 2 he has not expressed his unwillingness for reappointment അല്ല, അത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല, 3 ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടില്ല വേറെ അപ്പോയിന്റ് ചെയ്യാനായിട്ട്, 4 എക്സ്പ്രസ്ലി ആരും പ്രൊവൈഡ് ചെയ്തിട്ടില്ല അയാൾ അപ്പോയിന്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ an eligible person can be auditor can be reappointed. So the term appointment includes the term reappointments. Therefore all the procedures, what are the procedures required for the appointment is also applicable for reappointment. But 4 conditions നോക്കണം. Disqualification is whether he has given any express in his unwillingness, whether a special resolution has been passed in the meeting, whether an expressly provide that he shall not be reappointed. അത്തരം കാര്യങ്ങൾ ഉണ്ടോ നോക്കണം. നോ എന്നാണ് ഉത്തരമെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അയാളെ അപ്പോയിന്റ് ചെയ്യാം. So this is all about the reappointment of auditors as per section 139 subsection 9. ഇനി 139 subsection 10 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു പഠിച്ചത്? AGM ഒരു വർഷം ഹോൾഡ് ചെയ്തില്ല എങ്കിൽ അല്ല, 6th AGM ഹോൾഡ് ചെയ്തില്ല എങ്കിൽ അടുത്ത AGM കൺക്ലൂഷൻ ആവണ വരെ എക്സിസ്റ്റിംഗ് ഓഡിറ്റർക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് 139 സബ്സെക്ഷൻ 10 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നില്ല, അത് ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇനി ഒരു സെക്ഷൻ കൂടി ബാക്കിയുള്ള അപ്പോയിന്റ്മെന്റിൽ സെക്ഷൻ 139 സബ്സെക്ഷൻ 11 സെക്ഷൻ 139 സബ്സെക്ഷൻ 11 അതിലേക്ക് പറയാനുണ്ടോ, ഞാൻ അതിനൊരു കഥ പറഞ്ഞിട്ടായിരിക്കും പോവാട്ടോ. ചില കമ്പനീസിന് ഒരു ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ട്. നമ്മുടെ AC എഴുതി വെക്കുന്നു കേട്ടോ. ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ട് ചില കമ്പനിക്ക്. ഈ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡന്റ് കമ്മിറ്റി, അതായത് ഓഡിറ്റേഴ്സ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ, ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ മാനേജ്മെന്റ്, ഓഡിറ്റ് എല്ലാം ട്രാൻസ്പെറന്റ് ആണോ, അത്തരം കാര്യങ്ങൾ വീക്ഷിക്കാനായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും അതേപോലെ തന്നെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. അങ്ങനെ ചില കമ്പനീസിന് ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള, ലീഗലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുള്ള എന്തുണ്ട് ഇത് പറയുന്നുണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല, അവർക്ക് ലീഗലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേ പറ്റൂ. അതുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് സെക്ഷൻ 139 സബ്സെക്ഷൻ 11. അപ്പൊ നമ്മൾ ആദ്യം ആ സെക്ഷൻ ഓഡിറ്റ് കമ്മിറ്റിയുടെ സെക്ഷൻ പഠിക്കാം. അത് പറയുന്നത് സെക്ഷൻ 177 ആണ് കേട്ടോ.
അപ്പൊ സെക്ഷൻ 177 പ്രകാരം ആർക്കൊക്കെയാണ് ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഏതൊക്കെ കമ്പനീസിന് ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ആദ്യം തന്നെ പറയുന്നു പ്രൈവറ്റ് കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല, പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ഓഡിറ്റ് കമ്മിറ്റി ആവശ്യമില്ല, പബ്ലിക് കമ്പനിക്ക് മാത്രമേ ഓഡിറ്റ് കമ്മിറ്റിയുടെ ആവശ്യമുള്ളൂ. അതിൽ നോക്കിക്കോളോ, പ്രൈവറ്റ് കമ്പനി നോട്ട് അപ്ലിക്കബിൾ, പബ്ലിക് കമ്പനി ലിസ്റ്റഡ് ആണെങ്കിൽ ഓൾവേസ്, അപ്പൊ ലിസ്റ്റഡ് ആണെങ്കിൽ എന്തായാലും ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായേ പറ്റൂ. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ ഇഫ് എനി വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, താഴെ പറയുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്ക് ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സാമിന് ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ, ഞാൻ ആവർത്തിച്ച് പറയില്ല, ഏത് ഭാഗം എടുത്താലും MCQ 3 മാർക്സ് 2 മാർക്സ് അതേപോലെ ഇതിനൊക്കെ ചോദിക്കാം, ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. സോ അൺലിസ്റ്റഡ് പബ്ലിക് ആണെങ്കിൽ ഇഫ് എനി വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, ഏതൊക്കെ കണ്ടീഷൻ? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 crores, PC 10 കോടിയോ ഈക്വൽ ടു പറയുന്നുണ്ട് 10 കോടിയോ അതിന് മുകളിലാണെങ്കിൽ, ഓർ ബോറോയിങ്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 50 crores, ഓർ ഇത് രണ്ട് കണ്ടീഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാ റൊട്ടേഷൻ സിസ്റ്റത്തിന്റെ അപ്ലിക്കബിലിറ്റി അല്ലെ, സെയിം തന്നെ അല്ലേ പബ്ലിക് കമ്പനിക്ക്? paid up capital greater than equal to 10 crores or borrowing greater than equal to 50 crores or turnover greater than equal to 100 crores as per the latest audited financial statement. ഇതൊക്കെ ഏത് പ്രകാരം? latest audited financial statements. latest audited financial statements പ്രകാരം paid capital 10 കോടി അതിൽ കൂടുതലാണെങ്കിൽ or borrowings 50 കോടി അതിൽ കൂടുതലാണെങ്കിൽ or turnover 100 കോടി അതിൽ കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്ക് സെക്ഷൻ 177 പ്രകാരം ഒരു ഓഡിറ്റ് കമ്മിറ്റി രൂപപ്പെടുത്തണം. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നിർബന്ധമാണ്, പ്രൈവറ്റ് കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല. ഇതാണ് സെക്ഷൻ 177. സോ പ്രൈവറ്റ് കമ്പനി നോട്ട് അപ്ലിക്കബിൾ, പബ്ലിക് കമ്പനി ലിസ്റ്റഡ് ഓൾവേസ്, അൺലിസ്റ്റഡ് മൂന്ന് കണ്ടീഷൻ പറയുന്നുണ്ട്. paid up capital greater than equal to 10 crores or borrowing greater than equal to 50 crores or turnover greater than equal to 100 crores as per the latest audited financial statements. അത്തരത്തിലുള്ള കമ്പനിക്ക് സെക്ഷൻ 177 പ്രകാരം ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കുക. അങ്ങനെ രൂപീകരിക്കപ്പെട്ട കമ്പനീസിൽ അവിടുന്നാണ് സെക്ഷൻ 139 സബ്സെക്ഷൻ 11 കയറുന്നത്. ആസ് പെർ സെക്ഷൻ 139 സബ്സെക്ഷൻ 11, when a company is required to constitute an audit committee as per section 177, section 177 പ്രകാരം ഒരു ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കാൻ എന്താ റിക്വയർമെന്റ് ഉള്ള കമ്പനിക്ക് all appointments including filling of casual vacancy shall be made after the recommendation of such committee. അപ്പൊ എല്ലാ അപ്പോയിന്റ്മെന്റും എല്ലാ റീഅപ്പോയിന്റ്മെന്റും ഈവൻ ഇൻക്ലൂഡിംഗ് ഫില്ലിംഗ് ഓഫ് കാഷ്വൽ വേക്കൻസി അതൊക്കെ ആരുടെയും കൂടി റെക്കമെൻഡേഷൻ കൺസിഡർ ചെയ്യണം, ഓഡിറ്റ് കമ്മിറ്റിയുടെ കൂടി റെക്കമെൻഡേഷൻ കൺസിഡർ ചെയ്യണം. അതാണ് സെക്ഷൻ 139 സബ്സെക്ഷൻ 11 പറയുന്നത്. സോ ആസ് പെർ സെക്ഷൻ 139 സബ്സെക്ഷൻ 11, when a company is required to constitute an audit committee as per section 177, then all appointments, reappointments, filling up of casual vacancies should be made after the recommendation of such committee as well. ഇതാണ് section 139 subsection 11 ചേർത്ത് വായിക്കുക section 177. അപ്പൊ ഇതോടുകൂടി നമുക്ക് 139 തൊട്ട് 139 വരെയുള്ള എല്ലാം കഴിഞ്ഞു അല്ലെ. അപ്പൊ 139 എന്തായിരുന്നു? നോൺ ഗവൺമെന്റ് കമ്പനി സബ്സിക്വന്റ് ഓഡിറ്റർ അപ്പോയിന്റ്മെന്റ്. 139 റൊട്ടേഷൻ സിസ്റ്റം ടേംസ് ഓഫ് എൻഗേജ്മെന്റ്. 139 4 ഞാൻ വിടുന്നു പറഞ്ഞിരുന്നു. 139 ഗവൺമെന്റ് കമ്പനിയുടെ സബ്സിക്വന്റ് ഓഡിറ്റർ. 139 നോൺ ഗവൺമെന്റ് കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്റർ. 139 ഗവൺമെന്റ് കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്റർ. 139 കാഷ്വൽ വേക്കൻസി. 139 റീഅപ്പോയിന്റ്മെന്റ്. 139 AGM ഹോൾഡ് ചെയ്തില്ലെങ്കിൽ AGM ഹോൾഡ് ചെയ്യുന്ന ഓഡിറ്റർ കണ്ടിന്യൂ ചെയ്യാം. 139 177 അപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനീസിന് അപ്പോയിന്റ്മെന്റും റീഅപ്പോയിന്റ്മെന്റും കാഷ്വൽ വേക്കൻസി ഫിൽ ചെയ്യുമ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ കൂടി കൺസിഡർ ചെയ്തിരിക്കണം. അപ്പൊ ഇതോടുകൂടി 139 1 to 139 139 എല്ലാം എന്ത് ചെയ്തു? അവസാനിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാറ്റേൺ ഓഫ് സെക്ഷനിൽ പോവാം. അപ്പൊ നമ്മൾ ഏതൊക്കെ സെക്ഷനാണ് പഠിച്ചത്? 141 സബ്സെക്ഷൻ 1 തുടങ്ങി 141 സബ്സെക്ഷൻ 2, 141 സബ്സെക്ഷൻ 3, 141 സബ്സെക്ഷൻ 4 ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, സബ്സിക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ. 142 റെമ്യൂണറേഷൻ. 144 പ്രോഹിബിറ്റഡ് സർവീസസ്. പിന്നെ 139 തൊട്ട് 139 വരെ അപ്പോയിന്റ്മെന്റ്, റീഅപ്പോയിന്റ്മെന്റ് അതൊക്കെ പഠിച്ചു. ഇനി 140 കയറാം. റിമൂവൽ ഓഫ് ഓഡിറ്റർ. അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞു. റിമൂവൽ ഓഫ് ഓഡിറ്റർ സെക്ഷൻ 140. സെക്ഷൻ 140 ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് തരത്തിലുള്ള റിമൂവ് ഉണ്ട്. ഓൺ എക്സ്പയറി പറയുന്നുണ്ട് അല്ലെ, അല്ല ടെനർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്തിട്ടേ പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ റീഅപ്പോയിന്റ് ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം റിമൂവ് ചെയ്യണം അല്ലെ. അതിനെ കുറിച്ചല്ല ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ബിഫോർ എക്സ്പയറി റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാഷ്വൽ വേക്കൻസിയിൽ ഒരു പറഞ്ഞ പോയിന്റ് ആണ്, ബിഫോർ എക്സ്പയറി ആണ് ഓഡിറ്ററുടെ വേക്കൻസി വരണമെങ്കിൽ കാഷ്വൽ വേക്കൻസി എന്നുള്ളത്. അതിലൊരു പോയിന്റ് ആണ് റിമൂവൽ. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന? കാഷ്വൽ വേക്കൻസി അല്ലെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന.
Casual vacancy ക്ക് ഒരു reason ആണ് removal അല്ലെ. So removal of auditor before expiry deal ചെയ്യണം കേട്ടോ. Remove auditor before expiry of the term. Okay, removal of auditor before expiry of the term. ഇത് clear ആണോ? അതാണ് section 140 subsection 1. ഒന്നുകൂടി പറയുന്നു. Removal of auditor before expiry of term. Section 140 subsection 1. അത് casual vacancy ആണ് create ചെയ്യുക. അപ്പൊ അവിടെയും കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇനി എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. അതൊരു ഇലാബറേറ്റഡ് പ്രൊസീജിയർ. അപ്പൊ ആദ്യം ഞാൻ കഥ പറയാമെന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യത്തിലുള്ള ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കും ഇന്നൊരു ഓഡിറ്റർ റിമൂവ് ചെയ്യണമെന്നുള്ളത്. എന്നിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കുക റിമൂവ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ റെസൊല്യൂഷനും ക്ലിയർ ആയല്ലേ, ആ റെസൊല്യൂഷനും ADT2 എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ചേർത്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് അയക്കണം. സെൻട്രൽ ഗവൺമെന്റ് MCA അയച്ചിട്ട് അപ്രൂവൽ വാങ്ങണം. ആ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തുള്ള ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ആ ജനറൽ മീറ്റിംഗിലാണ് റിമൂവലിന്റെ റെസൊല്യൂഷൻ എന്ത് ചെയ്യേണ്ടത്, പാസ്സാക്കണം. അപ്പൊ ആദ്യം ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി, ക്ലിയർ ആണല്ലേ, അതിൽ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കി. ആ റെസൊല്യൂഷന്റെ കോപ്പി ADT2, അതാണ് അപ്ലിക്കേഷൻ ടു സെൻട്രൽ ഗവൺമെന്റ്. അതടക്കം സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ഫീസ് വെച്ച് അപ്ലൈ ചെയ്തു. അവിടുന്ന് അപ്രൂവൽ കിട്ടി, ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി, എന്നിട്ട് റിമൂവ് ചെയ്യുക. അതന്നെ ഇവിടെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. റിമൂവ്ഡ് ബൈ മെമ്പേഴ്സ് അറ്റ് EGM ഓർ AGM. അത് ഏത് ജനറൽ മീറ്റിംഗ് ആ വരുന്നത് വെച്ചാൽ അതിലാണ്. സോ മെമ്പേഴ്സ് ആണ് റിമൂവ് ചെയ്തത്, ബട്ട് ഇനീഷ്യേറ്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആ റിമൂവ് ഇനീഷ്യേറ്റ് ചെയ്യാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു അവരാണ് ആദ്യം മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അതിനെ സന്നദ്ധത പ്രകടിപ്പിക്കുക അല്ലെ. സോ ഇറ്റ് റിമൂവ്ഡ് ബൈ മെമ്പേഴ്സ് അറ്റ് EGM ഓർ AGM, initiated by board of directors. In a procedure as per rule 7 of company audit and auditors rules. നേരത്തെ rule 4 എവിടെയാ, duties of the company before appointment and after appointment അല്ലെ. അതേപോലെ റൂൾ 7 ആ പറയുന്നത്. റൂൾ 7 ഓഫ് കമ്പനീസ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റൂൾസ് 2014. എന്താ റൂൾ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. Apply to central government inform ADT2 to seek prior approval of removal. അപ്പൊ ADT2 ൽ എന്ത് ചെയ്യാം, നമ്മൾ ADT1 പഠിച്ച അപ്പോയിന്റ്മെന്റ് ഫോംസ് ഓർത്ത് വെക്കുക കേട്ടോ. MCQക്കുള്ള ഭാഗമാണ് ADT1 അപ്പോയിന്റ്മെന്റ്. ADT2 എന്ന് പറയുന്നത് ഓഡിറ്റർ റിമൂവ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള അപ്ലിക്കേഷൻ ആണ് ADT2. So apply to the central government, inform ADT2 for seeking prior approval for removal. ഇതെന്താ, general meeting should be held within 60 days of such approval. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ള ജനറൽ മീറ്റിംഗ് എന്ത് ചെയ്യണം, വിളിച്ചു കൂട്ടണം. അത് AGM ആണെങ്കിൽ AGM, അടുത്ത GM ഏതാ നോക്കുക അതനുസരിച്ചിട്ട്. And pass special resolution at general meeting. എന്നിട്ട് ഓഡിറ്റർ റിമൂവ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഡിറ്റർ. വാദം പറയാനും കേൾക്കാനുള്ള അവസരം, വെറുതെ അയാൾ റിമൂവ് ചെയ്യാൻ പാടില്ല, അയാളുടെ ഭാഗം കൂടി കേൾക്കാനും പറയാനുള്ള അവസരം എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. സോ ആസ് പെർ റൂൾ 7 ഓഫ് കമ്പനി ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റൂൾ, പ്രൊസീജിയർ എങ്ങനെയാ പറയുന്നത്, ആദ്യം ADT2 സെൻട്രൽ ഗവൺമെന്റ് അപ്ലൈ ചെയ്യുക ഫോർ സീക്കിംഗ് പെർമിഷൻ ഫോർ അപ്രൂവൽ. ആഫ്റ്റർ ഗെറ്റിംഗ് അപ്രൂവൽ വിത്തിൻ 60 days ജനറൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടുക. പാസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗ്. ഓഡിറ്റർ ഷുഡ് ബി ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് heard. ഇതാണ് സെക്ഷൻ 140 subsection 1. Removal of auditor before expiry of term, removed by members at AGM or AGM, initiated by the board of directors. ശ്രദ്ധിക്കുക, before expiry of term. അപ്പൊ റിമൂവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റെസിഗ്നേഷൻ. റിമൂവൽ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ, മാനേജ്മെന്റ് ആണ് നമ്മളെ റിമൂവ് ചെയ്യുന്നത്. റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളാണ് റിസൈൻ ചെയ്യുക അല്ലെ. സോ വാട്ട് അബൌട്ട് ദ റെസിഗ്നേഷൻ ഓഫ് ഓഡിറ്റർ? സെക്ഷൻ 140 subsection 2. 140 subsection 1 റിമൂവൽ ആയിരുന്നു. സെക്ഷൻ 140 subsection 2 ആണ് റെസിഗ്നേഷനിൽ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. റെസിഗ്നേഷൻ ടു ഹൂം, ആരൊക്കെയാണ് ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത്? നോൺ ഗവൺമെന്റ് കമ്പനി 2 പേർക്ക്, കമ്പനിക്കും ROCക്കും കൊടുക്കാം. ഗവൺമെന്റ് കമ്പനിയാണ് ഈ കമ്പനിക്കും ROCക്കും CAGക്കും കൊടുക്കണം. സോ സെക്ഷൻ 140 subsection 2 പ്രകാരം റെസിഗ്നേഷൻ ആർക്കാ കൊടുക്കേണ്ടത്? നോൺ ഗവൺമെന്റ് കമ്പനിയുടെ ഓഡിറ്ററുടെ ഓഫീസാണ് റിസൈൻ ചെയ്യണമെങ്കിൽ കമ്പനിക്കും ROCക്കും. ഗവൺമെന്റ് കമ്പനിയാണ് കമ്പനിക്കും ROCക്കും CAG. ഗവൺമെന്റ് അവർക്ക് CAG അല്ലേ. ഇനി ഏത് ഫോമുല? ADT3 ആണ് റെസിഗ്നേഷൻ ഫോം. അത് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. സോ ഫോം ADT3 വിത്തിൻ 30 days ഓഫ് റെസിഗ്നേഷൻ, റിസൈൻ ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ഈ ഫോമില് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. സോ ആസ് പെർ സെക്ഷൻ 140 subsection 2, resignation to be given in the case of non-government company, company plus ROC. In the case of government company, company plus ROC plus central government. Sorry, CAG, not central government, CAG. Then the form of resignation ADT3. എത്ര ദിവസം? 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, റിസൈൻ ചെയ്തിരിക്കണം. ഇനി ഇങ്ങനെ 30 ദിവസത്തിനുള്ളിൽ ഈ ഫോം ഫയൽ ചെയ്തിരിക്കണം. ഇനി 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്തില്ല എന്ന് വിചാരിക്കുക, അപ്പോഴാണ് പെനാൽറ്റി ഫോർ നോൺ കംപ്ലയൻസ്. സെക്ഷൻ 140 subsection 3. സബ്സെക്ഷൻ 2 പറയുന്ന കാര്യങ്ങൾ പാലിച്ചില്ല എങ്കിൽ സബ്സെക്ഷൻ 3 പ്രകാരം
there is a penalty. And the penalty നോക്കട്ടെ, അതായത് 30 ദിവസത്തിനുള്ളിൽ ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ടില്ല എങ്കിൽ പെനാൽറ്റി ശ്രദ്ധിച്ചോളൂ. എത്ര പെനാൽറ്റി വരുന്നത്? സെക്ഷൻ 140 subsection 3 rupees 50,000 or auditor's remuneration whichever is lower. 50,000 or auditor remuneration whichever is lower. Minimum 50,000 വേണം അല്ലേ? സോറി, മാക്സിമം 50,000 മതി. അപ്പൊ 30,000 ആണ് എന്റെ ഫീസ് എങ്കിൽ 30,000, 60,000 എന്റെ ഫീസ് എങ്കിൽ 50,000 അല്ലെ? സോ മാക്സിമം 50,000. സോ 50,000 or auditor's remuneration whichever is lower. ഇനി പെനാൽറ്റി ഫോർ കണ്ടിന്യൂയിങ് ഫെയിലർ, അത് എന്തായാലും വരും. ഒരു ഡേക്ക് 500 വെച്ച് എക്സ്ട്രാ എമൗണ്ടും വരും. മാക്സിമം 2 ലക്ഷം. ഫോർ എക്സാമ്പിൾ 31ാമത്തെ ദിവസമാണ് കൊടുക്കണമെങ്കിൽ 50,000 or auditor's remuneration whichever is lower അത് വരും. പ്ലസ് ഒരു ദിവസത്തെ 500 രൂപ വരും. 32ാമത്തെ ദിവസമാണ് കൊടുക്കണമെങ്കിൽ ഒരു ദിവസത്തെ 1000 കണ്ടിന്യൂയിങ് ഫെയിലറിന് എക്സ്ട്രാ പെനാൽറ്റി കയറി വരും. അപ്പൊ അത് എന്തായാലും വന്നേ പറ്റും. 500 രൂപ എന്തായാലും എക്സ്ട്രാ ഒരു 30 ദിവസത്തിനുള്ളിൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ? നോൺ കംപ്ലയൻസിന്റെ പ്രശ്നം ഇല്ലാതെ വരുന്നുള്ളൂ. 31ാമത്തെ ദിവസം ചെയ്താൽ നോൺ കംപ്ലയൻസ് ആയി. അപ്പൊ 50,000 or auditor's remuneration whichever is lower പ്ലസ് ഒരു ദിവസത്തേക്ക് 500 രൂപ വെച്ചിട്ട്. സോ പെനാൽറ്റി ഫോർ നോൺ കംപ്ലയൻസ് ഓഫ് സെക്ഷൻ 140 subsection 2 ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 140 subsection 3. പെനാൽറ്റി 50,000 or auditor's remuneration whichever is lower പ്ലസ് കണ്ടിന്യൂയിങ് ഫെയിലർ ഈച്ച് ഡേ 500, മാക്സിമം ഏത് വരെ പോവാം? 2 lakhs വരെ പോവാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റെസിഗ്നേഷൻ. അപ്പൊ റെസിഗ്നേഷൻ 2 സെക്ഷൻ വരുന്നുണ്ട്. സെക്ഷൻ 140 subsection 2, സെക്ഷൻ 140 subsection 3 വിത്ത് റിഗാർഡ് ടു പെനാൽറ്റി ഫോർ നോൺ കംപ്ലയൻസ്. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ റിമൂവലും കഴിഞ്ഞു, റെസിഗ്നേഷൻ കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഈ കമ്പനി ഓഡിറ്റിന് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ, റൈറ്റ്സ് ഓഫ് ആൻ ഓഡിറ്റർ. ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രാക്ടിക്കൽ സൈഡിൽ വളരെ ഇമ്പോർട്ടന്റ്. നമ്മുടെ അധികാരങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് അറിയണം. ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ പല സ്റ്റാൻഡേർഡുകളിലായിട്ട് പഠിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. സോ വാട്ട് ആർ ദി റൈറ്റ്സ് ഓഫ് ഓഡിറ്റർ? അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ഓഡിറ്ററുടെ അപ്പോയിന്റ്മെന്റ്, റീ അപ്പോയിന്റ്മെന്റ്, റിമൂവൽ, റെസിഗ്നേഷൻ, ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലെ, ടെണർ, അത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലീഗൽ പ്രൊസീജിയേഴ്സ്. ഇനി ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ. വാട്ട് ആർ ദി റൈറ്റ്സ് അവൈലബിൾ ഫോർ എ കമ്പനി ഓഡിറ്റർ? കമ്പനി ഓഡിറ്റർ എന്തൊക്കെ റൈറ്റ്സ് അവൈലബിൾ ആണ്? സാധാരണ ഒരു ഓഡിറ്റർക്ക് കിട്ടാവുന്ന എല്ലാ റൈറ്റ്സും തന്നെ ഉള്ളൂ, വ്യത്യാസമായിട്ട് ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, അവിടെ ആദ്യത്തെ ഭാഗം നോക്കല്ലോ. റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, റെക്കോർഡ്സ്, ഡോക്യുമെന്റ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ പ്രീ കണ്ടീഷൻസ് പറഞ്ഞ സാധനം SA 210 പഠിച്ചു പോയിട്ടുണ്ട് അല്ലെ? പ്രീ കണ്ടീഷൻസ് SA 210 പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് ആണോ അല്ലെ? അവിടെ പറയുന്നുണ്ട് എന്താ? ആക്സസ് ടു ഓൾ റെക്കോർഡ്സ്. ഇത് എന്ത് ചെയ്യണം? എനിക്ക് ഐ ഷുഡ് ഹാവ് ആൻ ആക്സസ് ടു ഓൾ ദ റെക്കോർഡ്സ്, documents etc. പ്രീ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓഡിറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ സാധനം തന്നെ എവിടെയും പറഞ്ഞിട്ടുള്ളൂ. റൈറ്റ് ടു ആക്സസ് എന്താ പറഞ്ഞിട്ടുള്ള? ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, റെക്കോർഡ്സ്, ഡോക്യുമെന്റ്സ് എക്സെട്ര അറ്റ് ഓൾ ടൈംസ് whether it is kept at the registered office of the company or not. അപ്പൊ രജിസ്റ്റേർഡ് ഓഫീസിൽ വെച്ച ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിക്കോട്ടെ, ആ ബുക്സ് ഓഫ് അക്കൗണ്ട് വേറെ എവിടെ വെച്ചതായിക്കോട്ടെ, എനിക്ക് എന്ത് ചെയ്യാം? അത് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് at all times. എന്താ അതിന്റെ അർത്ഥം? at all times പറഞ്ഞാൽ 2 തരത്തിൽ ഇന്റർപ്രിട്ടേഷൻ കേട്ടോ. ഒന്നെന്നുള്ളത് അത് എപ്പോ വേണമെങ്കിൽ, ഏത് സമയത്ത് വേണമെങ്കിൽ, ഈവൻ ആഫ്റ്റർ ഔട്ട്സൈഡ് ദ ബിസിനസ് അവേഴ്സ് എനിക്ക് ആക്സസ് ചെയ്യാം. മറ്റൊരർത്ഥം ഏത് കാലഘട്ടത്തിലത്തെ ബുക്ക് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം ഫോർ ദ പർപ്പസ് ഓഫ് ഓഡിറ്റ്. ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ? എന്ത് ഏത് കാലഘട്ടം എന്ന് പറയാൻ കാരണം ബിക്കോസ് നമ്മൾ പഠിച്ചത് SA 560 സബ്സിക്വന്റ് ഇവന്റ്സ് നോക്കണമെങ്കിൽ തുടർന്ന് ഏത് ചെയ്യണം? നെക്സ്റ്റ് ഇയറത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണ വരെയുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യണം. അപ്പൊ അടുത്ത വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യണം തുല്യമായി അല്ലെ? ഇനി പഴയത് ചകഞ്ഞ് നമുക്ക് ചിലപ്പോൾ നോക്കേണ്ടി വരും. SA 510 പ്രകാരം ചിലപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് വേണമെങ്കിൽ പഴയ ബുക്സ് എടുത്ത് നോക്കേണ്ടി വരും. സോ ഏത് കാലഘട്ടത്തിലത്തെ ബുക്ക് വേണമെങ്കിൽ എനിക്ക് ഫോർ ദ പർപ്പസ് ഓഫ് ഓഡിറ്റ് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാം. അത് എപ്പോ വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. അത് രജിസ്റ്റേർഡ് ഓഫീസിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ വെച്ചതായിക്കോട്ടെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട്. ഇത് സെക്ഷൻ 143 പറയണ സെക്ഷൻ നിങ്ങൾ പഠിക്കണമെന്നില്ല, ജനറൽ ആ പോയിന്റ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സോ റൈറ്റ് ടു ആക്സസ് books of accounts, records, documents etc. at all times whether it is kept at the registered office of the company or not. Okay, രണ്ടാമത്തെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള SA 210 പ്രീ കണ്ടീഷൻസിൽ പറഞ്ഞിട്ടുള്ളതാണ്. To get all the information and explanation required for the purpose of audit. എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, എന്തൊക്കെ അതൊക്കെ ചോദിച്ചാൽ എനിക്ക് തന്നിരിക്കണം. ഞാൻ ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കണം. ഞാൻ പറഞ്ഞ സാധനങ്ങൾ എനിക്ക് തന്നിരിക്കണം. I need all informations and explanations which are for the purpose of the audit. That is my right.
അതിനെ പ്രശ്നമാക്കി കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ഓഫ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ. ലിമിറ്റേഷൻ ഓഫ് സ്കോപ്പിന് എന്തായിരിക്കും തുല്യമായിരിക്കും SA 210 നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇത് ക്ലിയർ ആയിട്ടോ. റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് ഡോക്യുമെന്റ്സ് എക്സെട്രാ at all times whether it is kept at the registered office of the company or not. Right to get all information and explanations required for the purpose of audit. മൂന്നാമത്തെ ഇനി ഇത് ഫസ്റ്റ് പോയിന്റിനോട് കണക്റ്റഡ് ആണ് മൂന്നാമത്തെ പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ബ്രാഞ്ച് ഹെഡ് ഓഫീസിന്റെ ഓഡിറ്റർ ആണ് ഞാൻ. ഒരു ബ്രാഞ്ച് ഉണ്ട്, ആ ബ്രാഞ്ച് ഓഡിറ്റ് ചെയ്യണ വേറെ ആണെന്ന് വിചാരിക്കാം. ആ ബ്രാഞ്ചിന്റെ ബുക്സ് അയാൾ ഓഡിറ്റ് ചെയ്ത് വെക്കും, അയാൾ അതിന്റെ റിപ്പോർട്ട് കൊടുക്കും. ഞാൻ ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഡിറ്റ് ചെയ്യും, അതിന്റെ റിപ്പോർട്ട് കൊടുക്കും. പക്ഷെ എനിക്കൊരു കാര്യം കൂടി ഉണ്ട്, ഈ ബ്രാഞ്ചിന്റെ ബാലൻസസ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നുണ്ടാവും, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ക്ലിയർ ആവില്ല. ഹെഡ് ഓഫീസിന്റെ ബ്രാഞ്ചിന്റെയും ഫിഗേഴ്സ് മെർജ് ചെയ്തിട്ട് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇതന്നെ വയ്ക്കുക ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിക്കും രണ്ട് ഓഡിറ്റേഴ്സ് ആയിരിക്കാം. ഞാൻ ഹോൾഡിംഗ് കമ്പനിയുടെ ഓഡിറ്റർ ആണെന്ന് വിചാരിക്കാം, വേറെ ആൾ സബ്സിഡറി കമ്പനിയുടെ ഓഡിറ്റർ ആണെന്ന് വിചാരിക്കാം. അവിടുത്തെ ബുക്സ് അയാൾ ഓഡിറ്റ് ഉണ്ടാവും, ഇവിടുത്തെ ബുക്സ് ഞാൻ ഓഡിറ്റ് ഉണ്ടാവും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യണം, അതും കൂടി ഞാൻ ഓഡിറ്റ് ചെയ്യണം. സോ ആസ് ആൻ ഹെഡ് ഓഫീസ് ഓഡിറ്റർ ഓർ ഹോൾഡിംഗ് കമ്പനീസ് ഓഡിറ്റർ എനിക്ക് ഹെഡ് ഓഫീസിന്റെ ബുക്സ് പ്ലസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഇത് രണ്ടും ഓഡിറ്റ് ചെയ്യേണ്ടി വരാം. ഇനി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. അവിടെ എന്താ പ്രശ്നം? എന്റെ ഹെഡ് ഓഫീസിന്റെ ഫിഗേഴ്സ് ആണെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഫിഗേഴ്സ് പ്ലസ് ബ്രാഞ്ചിന്റെയോ സബ്സിഡറി കമ്പനിയുടെ ഫിഗേഴ്സ് ഒക്കെ ഉണ്ടാവും. ആ ഫിഗേഴ്സ് ഓൾറെഡി ഒരാൾ ചെക്ക് ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ അവിടുത്തെ ബുക്സും കൂടി എനിക്ക് ചെക്ക് ചെയ്യേണ്ടി വന്നേക്കാം. അത് ആക്സസ് ചെയ്യാനുള്ള റൈറ്റും കൂടി എനിക്ക് ഉണ്ടായിരിക്കും. സോ റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് ഡോക്യുമെന്റ്സ് സബ്സിഡറി കമ്പനി ഓർ ബ്രാഞ്ച്, അത് ആക്സസ് ചെയ്യാനുള്ള റൈറ്റും കൂടി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ മൂന്ന് റൈറ്റ്? റൈറ്റ് ടു ആക്സസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് ഡോക്യുമെന്റ്സ് എക്സെട്രാ at all times whether it is kept at the registered office of the company or not, to get all information and explanation which are required for the purpose of audit, to access the books of accounts records documents etc of the branch or subsidiary company. Right to receive the notice to attend ചെയ്യാം. ഇത് കമ്പനി ലോയിൽ പഠിച്ചിട്ടുണ്ടോ? നോട്ടീസസ് ആരൊക്കെയാ കൊടുക്കുക? ഓഡിറ്റർക്കും എന്താ കമ്പനി കൊടുത്തേ പറ്റൂ നോട്ടീസ് അല്ലെ. സോ ഹി ഹാസ് ദ ഓഡിറ്റർ ഹാസ് ദ റൈറ്റ് ടു റിസീവ് ദ നോട്ടീസ് ഓഫ് ജനറൽ മീറ്റിംഗ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യും വേണം, ആണോ അല്ല? Then right to report to the members of the company on the accounts examined by him. ഞാൻ എക്സാമിൻ ചെയ്തിട്ടുള്ള അക്കൗണ്ട്സിന് അല്ലെ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എക്സാമിൻ ചെയ്തു, മാനേജ്മെന്റ് എന്ന് പറയണം ദയവ് ഇത് റിപ്പോർട്ട് ചെയ്യരുത് കേട്ടോ, ഇന്ന സാധനം നിങ്ങൾ റിപ്പോർട്ട് വേണ്ട, നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് പോയിക്കോളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഇതൊന്നും അവർ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് മൈ റൈറ്റ്. എന്ത് റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, ഏത് ഒപ്പീനിയൻ കൊടുക്കണം, അത് റിപ്പോർട്ട് ചെയ്യണോ വേണ്ടേ, ഇറ്റ്സ് മൈ റൈറ്റ് അല്ലെ. സോ ദ ഓഡിറ്റർ ഹാസ് ദ റൈറ്റ് ടു റിപ്പോർട്ട് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ഓൺ ദ അക്കൗണ്ട്സ് എക്സാമിൻഡ് ബൈ ഹിം ആൻഡ് ദ റൈറ്റ് ടു ലീൻ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള SA 230 വർക്കിംഗ് പേപ്പേഴ്സ് കൈവശം, ഇറ്റ്സ് പ്രോപ്പർട്ടി ഓഫ് ദ ഓഡിറ്റർ, അത് കൈവശം വെക്കാനുള്ള അധികാരം. അതിന്റെ എക്സ്ട്രാക്ട്സോ കോപ്പീസോ മാത്രം ചോദിച്ചവർക്ക് കൊടുത്താൽ മതി, ക്ലയന്റ് കൊടുത്താൽ മതി. നമുക്ക് പഠിച്ചിട്ടുണ്ട് SA 230 ആയിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. സോ ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. സോ ദീസ് ആർ ദ റൈറ്റ്സ് അവൈലബിൾ ഫോർ എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഇൻ ദ കേസ് ഓഫ് കമ്പനി. ടു റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് ഡോക്യുമെന്റ്സ് എക്സെട്രാ at all times whether it is kept at the registered office of the company or not. Right to get all informations and explanations which are required for the purpose of audit. Right to access books of accounts records of the subsidiary company or branch. Right to receive the notice of the meeting. Right to report to the members of the accounts examined by me. And right to lean on working papers. So these are the rights available to the auditor in the case of company. Rights duties of an auditor. Company auditor can എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ശ്രദ്ധിക്കേണ്ട. ഈ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, റിപ്പോർട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉള്ളൂ, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, അതാണ് ഓൾമോസ്റ്റ് വരുന്ന ഡ്യൂട്ടീസ് കേട്ടോ. അപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമല്ല, എന്നാൽ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ഡീൽ ചെയ്ത് നോക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ സെക്ഷൻ 143 സബ്സെക്ഷൻ 1 തൊട്ട് സെക്ഷൻ 143 സബ്സെക്ഷൻ 15 വരെ ഡ്യൂട്ടീസ് കിടക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇമ്പോർട്ടന്റ് അല്ല, ആവശ്യമുള്ള മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കവർ ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ റിപ്പോർട്ടിംഗ് ആസ്പെക്ട്സ് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നല്ലോ അല്ലെ. സോ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റ്. ഓഡിറ്റ് എന്തൊക്കെ ഡ്യൂട്ടി അല്ല, പ്രധാനമായിട്ട് റിപ്പോർട്ടിംഗ് ഡ്യൂട്ടി അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിക്കും SA 700 കൂടി ആയിട്ട് കണക്ഷൻ ഉള്ള ഭാഗമാണ് ഈ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ. സോ വാട്ട് ആർ ദ ഡ്യൂട്ടീസ്? ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്ന്, മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒന്നാണ് ഇൻക്വയറി അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 1. ഇതിനെ പറയും ഓഡിറ്റ് ഓഫ് പ്രൊപ്രൈറ്റി ആസ്പെക്ട്. ഓഡിറ്റ് ഓഫ്
propriety aspects എന്ന് പറയാം, അല്ലെങ്കിൽ inquiry under section 143 subsection 1 അങ്ങനെ section wise പഠിക്കണം. കാരണം എക്സാം ചോദിക്കുക what are the matters to be inquired under section 143 subsection 1, what are the duty of auditor under section 143 subsection 1, what about the audit of proprietary aspects under section 143 subsection 1. അപ്പോൾ audit of propriety aspects, okay, ഇതാണ് inquiry under section 143 subsection 1. ഇതിൽ പറയുന്നത് ഓഡിറ്റർ താഴെ പറയുന്ന അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് പോസിറ്റീവ് ഉത്തരാണോ കിട്ടുന്നത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നെഗറ്റീവ് ഉത്തരാണോ കിട്ടുന്നത് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്യണം. അതാണ് സെക്ഷൻ 143 സബ്സെക്ഷൻ 1. വെരിഫൈ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഇൻക്വയറി നമ്മളറിയാം, ഇൻക്വയറി ഇസ് ദ എക്സ്റ്റെൻസീവ്ലി യൂസ് പ്രൊസീജിയർ ഇൻ അഡീഷൻ ടു അതർ പ്രൊസീജിയർ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെ. So inquire cheya about these 5 matters. If the answer is in negative, report cheya. Negative ulla math report cheya. If it is positive, adu report cheyanda avashyilla. So inquiry under section 143 subsection 1. Ni edakya matters adonna aadham ningal ezhuditholu ട്ടോ. What are the matters to be inquired? One, loans and advances. L and A enna njan ezhudittulla. Loans and advances. Two, book entries. Book entries mean adjustment entries. പുസ്തകത്തിൽ മാത്രം വരുന്ന adjustment entries. Cash flow ഇല്ലാത്ത entry. Third, personal expenses. Third എന്താ പറയുന്നത്? Personal expenses. Fourth, sale of investment. Fourth എന്താ? Sale of investment. Fifth, issue of shares. ഇങ്ങനെ 5 matters ആണ് നമുക്ക് inquire ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഏതൊക്കെ 5 matter നോക്കാം. ഒന്ന്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. കമ്പനി കൊടുത്തിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അപ്പൊ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്ന കേസസിൽ മാത്രമേ അതിന്റെ അപ്ലിക്കബിലിറ്റി വരുന്നുള്ളൂ. ബുക്ക് എൻട്രീസ് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, അത് ഒട്ടുമിക്ക കമ്പനികൾക്കും കയറി വരും. പേഴ്സണൽ എക്സ്പെൻസസ്, അത് ഒട്ടുമിക്ക കമ്പനികൾക്കും കയറി വരും. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ദെൻ ഇഷ്യൂ ഓഫ് ഷെയർസ്. സോ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ബുക്ക് എൻട്രീസ്, പേഴ്സണൽ എക്സ്പെൻസസ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ്. റിപ്പീറ്റ് ചെയ്യണം. Loans and advances, book entries, personal expenses, sale of investment, issue of shares. ഈ ഓരോന്നുമായി ബന്ധപ്പെട്ട് നോക്കാം. ആദ്യത്തെ 2 പോയിന്റ് ആണ് ലോൺസ് ആൻഡ് അഡ്വാൻസസുമായി ബന്ധപ്പെട്ട് കേട്ടോ. ആദ്യത്തെ 2 പോയിന്റ് ലോൺസ് ആൻഡ് അഡ്വാൻസ് ആണ്. ഞാൻ അത് കളർ ചെയ്ത് തരാം, ഓരോന്നിനും ഓരോ കളർ കൊടുക്കാം കേട്ടോ. ആദ്യത്തെ 2 പോയിന്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ക്ലിയർ ആവില്ല. അപ്പൊ ലോൺസ് ആൻഡ് അഡ്വാൻസസിന് ഞാൻ ആ കളർ കൊടുത്തു. ആദ്യത്തെ 2 പോയിന്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ആദ്യം നോക്കാം എന്താ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഓഡിറ്റർ ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. Whether the loans and advances, okay, made by the company are properly secured. Whether the loans and advances given by the company are properly secured. ആദ്യം ഓഡിറ്റർ അപ്പൊ ബാലൻസ് ഷീറ്റിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞിട്ട് കമ്പനി കൊടുത്തായിട്ട് കണ്ടുവെങ്കിൽ ഓഡിറ്റർ ആദ്യം ചെക്ക് ചെയ്യുക അത് പ്രോപ്പർലി സെക്യൂർഡ് ആണോ നമ്മൾ കൊടുത്തിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസ്. കാരണം പ്രോപ്പർലി സെക്യൂർഡ് അല്ല എങ്കിൽ, ആ കാശ് തിരിച്ചു കിട്ടിയില്ല എങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റ് അഫക്റ്റിംഗ് കമ്പനിയുടെ ആസ്തിയാണ് നഷ്ടപ്പെടുന്നത് അല്ലെ. സോ ദ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗ്രാന്റഡ് ബൈ ദ കമ്പനി ആർ പ്രോപ്പർലി സെക്യൂർഡ് ആൻഡ് whether the terms and conditions are not prejudicial to the interest of the company. അതിന്റെ terms and conditions കൂടി ഓഡിറ്റർ വായിച്ചു നോക്കുക. അത് കമ്പനിയുടെ ഇൻട്രസ്റ്റിനെ അഫക്ട് ചെയ്യുന്നതാണോ അല്ലേ എന്ന് കൂടി ഓഡിറ്റർ പരിശോധിക്കണം. ആണെങ്കിൽ അതായത് മീൻസ് പ്രോപ്പർലി സെക്യൂർഡ് അല്ല എങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഫക്ട് ചെയ്യണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. അതല്ല എങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ലോൺസ് അഡ്വാൻസുമായി ബന്ധപ്പെട്ട 2 പോയിന്റ്. ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് whether loans and advances given by the company are properly secured and the terms and conditions are not prejudicial to the interest of the company. രണ്ടാമത്തെ പോയിന്റ് എന്താ? whether the loans and advances are shown as deposit. ഇത് ഈ കൊടുത്ത ലോൺസ് ആൻഡ് അഡ്വാൻസസ് ബാലൻസ് ഷീറ്റിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കണം. കാരണം ലോൺസ് ആൻഡ് അഡ്വാൻസ് ഒരിക്കലും ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. എന്താ അതിന്റെ റീസൺ എന്താ? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. രണ്ടിന്റെയും നേച്ചർ വ്യത്യാസമല്ലേ. വൺ ഈസ് ഇൻവെസ്റ്റ്മെന്റ്, ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ മെച്യൂരിറ്റി പീരീഡ് എനിക്ക് തിരിച്ച് വിത്ത് ഇൻട്രസ്റ്റ് തിരിച്ചിട്ടും. ലോൺസ് ആൻഡ് അഡ്വാൻസ് എങ്ങനെയാണോ ഇറ്റ്സ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെന്റ്, കടായിട്ട് കൊടുത്തിട്ടില്ല, അത് റെഗുലർ ആയിട്ട് കിട്ടിയേ പറ്റൂ അല്ലെ. അപ്പൊ ചിലപ്പോ കമ്പനി ലോൺസ് യൂസേഴ്സിന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, പബ്ലിക്കിന്റെ അടുത്ത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ലോൺസ് അഡ്വാൻസ് ഇപ്പൊ ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ കാണിച്ചേക്കാം. അങ്ങനെ വല്ലതും കാണിച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. അപ്പൊ 2 കാര്യങ്ങളാണ് ലോൺസ് അഡ്വാൻസസിൽ വരുന്നത്. Whether loans and advances granted by the company are properly secured and the terms and conditions are not prejudicial to the interest of the company. രണ്ടാമത്തെ whether loans and advances are shown as deposit in the financial statements. So security അല്ലെ, terms and conditions deposit ആയിട്ട് കാണിച്ചിട്ടുണ്ടോ? ഈ 2 കാര്യങ്ങൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതിന് നെഗറ്റീവ് ആൻസർ ആണ് കിട്ടണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക, അതർവൈസ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞുള്ള
ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് ബുക്ക് എൻട്രിയുമായി ബന്ധപ്പെട്ട്. മൂന്നാമത്തെ പോയിന്റ് പച്ച കളർ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് ശരിക്കും ഇപ്പോ ലോൺസ് അഡ്വാൻസ് ആദ്യത്തെ 2 പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ബുക്ക് എൻട്രീസുമായി ബന്ധപ്പെട്ട്. എന്താ ബുക്ക് എൻട്രീസ് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. ഫോർ എക്സാമ്പിൾ ക്യാഷ് ഫ്ലോ ഇല്ലാത്ത എൻട്രീസ് നടത്താം. ഇപ്പൊ റൈറ്റ് ഓഫ് ചെയ്തു, പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്ത് പ്രിയാനിക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്ത് പ്രിയാനിക്ക് ട്രാൻസ്ഫർ ചെയ്തു, ജനറൽസ് നിന്ന് സെക്യൂരിറ്റി പ്രീമിയർക്ക് ട്രാൻസ്ഫർ ചെയ്തു. ക്ലിയർ ആണല്ലേ? ജനറൽസ് നിന്ന് CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദീസ് ആർ സം അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. അല്ലെങ്കിൽ പേയബിൾസ് സാലറിന്ന് സാലറി പേയബിൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. അതിന്റെ ബുക്ക് എൻട്രീസ്, ബുക്കിൽ മാത്രമുള്ള എൻട്രീസ്. അങ്ങനെ എൻട്രീസ് ഒക്കെ കള്ളത്തരം ചെയ്യാൻ പറ്റിയ സാധനങ്ങളാ ഇല്ലാത്തത്. കാരണം ക്യാഷിനെ അഫക്ട് ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലേ? സോ വെദർ the transactions ശ്രദ്ധിച്ചോളൂ, whether the transactions that are represented merely by book entries, whether the transactions that are represented merely by the book entries are not prejudicial to the interest of the company. അത് കമ്പനിയുടെ ഇൻട്രസ്റ്റിനെ അഫക്ട് ചെയ്യപ്പെടില്ല എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. സോ ബുക്ക് എൻട്രീസ് ഒക്കെ പരിശോധിക്കുക. അതായത് ജെന്യുവിൻ ബുക്ക് എൻട്രീസ് ആണോ, ആസ് പെർ ലോ പ്രകാരത്തെ ബുക്ക് എൻട്രീസ് ആണോ, അത് വെറുതെ ഇട്ടതാണോ, അത്തരം കാര്യങ്ങൾ ഓഡിറ്റർ എന്തിനാ പരിശോധിക്കും. ഈ ലോയിൽ പറയുകയാണെങ്കിൽ സെർട്ടൺ പെർസെന്റേജ് പറയാം. ഫോർ എക്സാമ്പിൾ DRRലേക്ക് ഇത്ര പെർസെന്റേജ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, CRRലേക്ക് ഇത്ര എമൗണ്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞോ. ആ ലീഗൽ എന്താ ആസ്പെക്ട് വെച്ചിട്ട് തന്നെയാണോ ബുക്ക് എൻട്രീസ് നടത്തിയിട്ടുള്ളത്, അതുകൂടി ഓഡിറ്റർ പരിശോധിക്കണം. തെറ്റാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം, ശരിയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാതിരിക്കാം. സോ വെദർ ദ ട്രാൻസാക്ഷൻസ് റെപ്രസെന്റിംഗ് നിയർലി ബൈ ബുക്ക് എൻട്രീസ് ആർ നോട്ട് prejudicial to the interest of the company. ബുക്ക് എൻട്രീസ് കഴിഞ്ഞല്ലോ. ഞാൻ പേഴ്സണൽ എക്സ്പെൻസസ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. പേഴ്സണൽ എക്സ്പെൻസ് എന്നുള്ള ഞാനത് ഏത് തന്നെ ഇടുന്നു? ദിസ് ഇസ് യെല്ലോയിൽ ഇട്ടാൽ മതി. ഇവിടെ ഓൾറെഡി യെല്ലോയിലാണ് കിടക്കുന്നത്. പേഴ്സണൽ എക്സ്പെൻസസ് സിമ്പിൾ ആയിട്ട് പറയാം. പേഴ്സണൽ എക്സ്പെൻസ് വല്ലതും PNLക്ക് ചാർജ് ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി നോക്കേണ്ട കാര്യം. ബിക്കോസ് ഏറ്റവും ക്ലാസിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ഡയറക്ടേഴ്സ് ട്രാവൽ എക്സ്പെൻസസ്. ഈ ഡയറക്ടേഴ്സ് എന്ത് ചോദിച്ചാലേ ഫോറിൻ ട്രിപ്സ് ഒക്കെ നടത്തി വരും, എന്നിട്ട് ബിസിനസ് ആണ് പറയും, ബിസിനസ് ട്രിപ്പ് ആണെന്നൊക്കെ പറയും, എന്നിട്ട് അതിന്റെ എക്സ്പെൻസ് ഒക്കെ കമ്പനിയിൽ നിന്ന് എടുക്കും. അങ്ങനെ പലപ്പോഴും നടക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ പേഴ്സണൽ എക്സ്പെൻസ് വല്ലതും ഉണ്ടോ എക്സ്പെൻസ് എടുക്കുക, അതിൽ പേഴ്സണൽ എക്സ്പെൻസസ് ഒക്കെ വല്ലതും പെട്ടിട്ട് നോക്കുക. എസ്പെഷ്യലി ട്രാവലിംഗ് ആണ് വരിക കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്റെ എക്സ്പീരിയൻസിൽ. സോ അത്തരം കാര്യങ്ങൾ ഓഡിറ്റർ ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കണ്ണടച്ചുവിടാം. ഇത് ക്ലിയർ ആവുണ്ടല്ലോ? സോ വെദർ എനി പേഴ്സണൽ എക്സ്പെൻസ് ഹാവ് ബീൻ ചാർജ്ഡ് ടു റവന്യൂ അക്കൗണ്ട് ഓർ PNL അക്കൗണ്ട്. ദെൻ അടുത്തത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു കേട്ടോ. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ശ്രദ്ധിച്ചോളൂ. വെദർ any investments are sold at a price less than its acquisition price. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുക, അത് വാങ്ങിയ കോസ്റ്റിനേക്കാളും കുറഞ്ഞ എമൗണ്ടിന് എന്ത് ചെയ്തിട്ടുണ്ടോ ഈ സാധനം വിറ്റിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ പരിശോധിക്കണം. വെദർ ഇറ്റ് ഈസ് സോൾഡ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് അക്വിസിഷൻ പ്രൈസ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വെച്ചിട്ടില്ല അല്ലെ, അത് ലാഭം ഉണ്ടാകുമ്പോൾ മാത്രം വിറ്റാൽ മതി. ഇനി കുറവിനാണ് വിട്ടുവെച്ചാൽ അതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കിട്ടിയിരിക്കണം. ഫോർ എക്സാമ്പിൾ പ്രോപ്പർ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ അത് തുടർന്നും നന്നായിട്ട് കുറഞ്ഞു പോയതായിട്ട് തെളിവ് കിട്ടുകയാണെങ്കിൽ കുറഞ്ഞ വിറ്റോണ്ട് കുഴപ്പമില്ല. അതർവൈസ് എന്തുകൊണ്ട് വിറ്റു എന്നുള്ളൊരു ചോദ്യം വരും അല്ലെ. സോ വെദർ ദി ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സോൾഡ് അറ്റ് എ പ്രൈസ് ലെസ് ദാൻ ഇറ്റ്സ് അക്വിസിഷൻ പ്രൈസ്, അങ്ങനെ വല്ലതുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട. പിന്നെ ഈ ക്ലോസ് ബാങ്കിങ് കമ്പനിക്കോ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്കോ അപ്ലിക്കബിൾ അല്ല. കാരണം ബാങ്കിങ് കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്കൊക്കെ അവർക്ക് ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാം വിൽക്കാം എന്നൊക്കെ ബാങ്കിങ് എലിജിബിൾ ആണ് കേട്ടോ. ക്ലിയർ ആവുന്നില്ല. അപ്പൊ അവർക്ക് ഈ ക്ലോസ് അപ്ലിക്കബിൾ അല്ല. അല്ലാത്ത കമ്പനീസിന് ക്ലോസ് അപ്ലിക്കബിൾ ആയിരിക്കും. വല്ല ഇൻവെസ്റ്റ്മെന്റ് അത് വാങ്ങിയ വിലക്കാരന് കുറച്ച് വിലക്ക് വിറ്റുണ്ടോ എന്ന് എന്ത് ചെയ്യണം, പരിശോധിക്കണം. അപ്പൊ ലോൺസ് അഡ്വാൻസ് കഴിഞ്ഞു, ബുക്ക് എൻട്രീസ് കഴിഞ്ഞു, പേഴ്സണൽ എക്സ്പെൻസ് കഴിഞ്ഞു, ദെൻ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കി നോക്കാം. ലാസ്റ്റ് പോയിന്റ് ഏത് കളറാണ് കൊടുക്കേണ്ടത്? ഈ കളർ കൊടുക്കാം. ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ഞാൻ കളർ ചെയ്യുന്നു. ഇഷ്യൂ ഓഫ് ഷെയർസ്. എന്താ ഇഷ്യൂ ഓഫ് ഷെയർസ് പറയുന്നത്? അതായത് ഷെയർ വില ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ആക്ച്വലി കളക്ട് ചെയ്തിട്ടുണ്ടോ നോക്കണം. അത് പ്രാക്ടിക്കലി പണ്ടുണ്ടായിരുന്ന ഇഷ്യൂ കേട്ടോ. ഷെയർ ക്യാപിറ്റൽ കൊണ്ട് ലയബിലിറ്റീസ് ആയിട്ടുള്ളത്, പക്ഷെ ക്യാപിറ്റൽ അവർ കൊടുത്തിട്ടുണ്ടാവും. ശരിക്കും എത്ര ദിവസത്തെ കൊടുക്കണം? 180 ഡേയ്സിന് ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം? അയാളെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം കമ്പനീസ് ആക്ട് പ്രകാരം. ചിലപ്പോൾ അയാൾ കൊണ്ടില്ല. അപ്പൊ അത് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കണം. ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ? അപ്പൊ വെദർ എനി ഷെയർസ് ഹാവ് ബീൻ അലോട്ടഡ് ഫോർ cash has actually been received, അത് ഓഡിറ്റർ പരിശോധിക്കണം. ഇല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അപ്പോൾ ഓഡിറ്റർ നോക്കണം ഈ കൺസിഡറേഷൻ ഓഫ് ദാൻ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാം അല്ലെ. സോ ഇഫ് നോ ക്യാഷ് ആക്ച്വലി ബീൻ സോ റിസീവ്, അങ്ങനെ ഇല്ല എങ്കിൽ അപ്പൊ അസറ്റ് എന്ന രൂപത്തിൽ കൺസിഡറേഷൻ ഓഫ് ദാൻ ക്യാഷ് ആയിരിക്കും. അപ്പൊ ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന അസറ്റുകളല്ല, ഇത് ഇഷ്യൂമായി ബന്ധപ്പെട്ടതാണെന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം? പരിശോധിക്കണം. സോ ഇഫ് നോ ക്യാഷ് ആക്ച്വലി ബീൻ റിസീവ്ഡ്, വെദർ ദ പൊസിഷൻ, ഇനി പറയുന്നത് നോക്കിക്കോളൂ കേട്ടോ, വെദർ ദി position stated in the books of accounts and balance sheet is correct, regular and
misleading. അപ്പോൾ നമ്മൾ അസറ്റ് ഒക്കെ നോക്കുക. ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ആണോ, റെഗുലർ ആണോ, മിസ്ലീഡിംഗ് ആണോ അല്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുള്ളത്, ക്യാഷ് വന്നിട്ടില്ല, അപ്പൊ അവർ പറയാം അസറ്റിന്റെ ബില്ലുകളൊക്കെ തരൂ. ക്ലിയർ അല്ല, ഞങ്ങൾ ഡിബഞ്ചർ കൺവേർട്ട് ചെയ്തിട്ടാണ് ഷെയർ ആക്കി വരുന്നത്. എന്നാൽ ഡിബഞ്ചർ കൺവേർഷന്റെ ലീഗൽ കാര്യങ്ങൾ കാണിക്കും, അതിന്റെ മിനിറ്റ്സ് ബുക്ക് കാണിച്ചു തരും, നിങ്ങളുടെ മീറ്റിംഗിന് മിനിറ്റ്സ് കാണിച്ചു തരൂ, അതിന്റെ ലീഗലി ഫയൽ ചെയ്ത ഡോക്യുമെന്റ്സ് തരൂ. ഞങ്ങൾ പ്രിഫറൻസ് ഷെയറിനെ കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർ ആക്കാൻ അതിന്റെ ലീഗൽ ഡോക്യുമെന്റ്സ് തരൂ. അപ്പൊ നമുക്ക് ചോദിക്കാം. സോ ദ ഓഡിറ്റർ ഷുഡ് സീ വെദർ the positions in the financial statements and books of accounts are true, correct and not misleading. So if any shares have been issued for cash, see whether cash actually been received. അതില്ല എങ്കിൽ ഓഡിറ്റർ ഇത്തരത്തിൽ രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, whether the positions shown in the financial statements are true, reliable and not misleading. അത് misleading ആണെങ്കിൽ എന്തായാലും റിപ്പോർട്ട് ചെയ്യണം. അതല്ല കറക്റ്റ് പൊസിഷൻ ആണെങ്കിൽ ഓഡിറ്റർക്ക് കണ്ണടയ്ക്കാം, അതിനെ പറ്റി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. So these are the matters to be inquired under section 143 subsection 1 and to be reported if there is any negative answer. ഏതൊക്കെയാ പോയിന്റ് പറഞ്ഞ, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ബുക്ക് എൻട്രി, പേഴ്സണൽ എക്സ്പെൻസസ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇഷ്യൂ ഓഫ് ഷെയർസ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് അത് പ്രോപ്പർലി സെക്യൂർഡ് ആണോ, ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രൊഡ്യൂഷ്യൽ ആണോ, അല്ലെ ഡെപ്പോസിറ്റ് ആയിട്ട് കാണിച്ചിട്ടോ. ബുക്ക് എൻട്രീസ് merely transaction represented merely by book entries are not prejudicial to the interest of the company. Personal expense ചെയ്യാനുണ്ടോ നോക്കണം. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയവരെക്കാളും കുറച്ച് വിലക്ക് വിറ്റുണ്ടോ നോക്കണം. ഇഷ്യൂ ഓഫ് ഷെയർസ് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തിട്ട് നോക്കണം. ഇല്ലെങ്കിൽ the positions shown by the books of accounts and financial statements are correct, regular and misleading ആണോ അല്ലേന്ന് പരിശോധിക്കണം. This is all about section 143 subsection 1 inquiry. വളരെ important examination. ഇനി ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞൊരു കാര്യം അടിയിൽ എഴുതി വെച്ചിട്ടുള്ളത്, the matters are to be reported only if the auditor find negative answers to the above. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇതിനൊക്കെ നെഗറ്റീവ് ആൻസർ കിട്ടിയാൽ മാത്രം ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്താൽ മതി. ഏത് ക്ലോസ് ആ ക്ലോസ്, അതർവൈസ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ പഠിച്ച സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രൊപ്രൈറ്ററി ആസ്പെക്ട്സ് ഓഫ് ഓഡിറ്റ് or audit of proprietary aspects or inquiry under section 143 subsection 1. അടുത്ത നോക്കിക്കോളൂ, റീസൺസ് ഫോർ നെഗറ്റീവ് കമന്റ്സ്. ഞാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ കേട്ടോ. 143 subsection 1 കഴിഞ്ഞു. ഈ നെഗറ്റീവ് കമന്റ്സിന്റെ 143 subsection 4 പ്രകാരം നെഗറ്റീവ് കമന്റ്സിന്റെ റീസൺസ് എന്താണെന്ന് ആദ്യം വായിച്ചു നോക്കാം. ശ്രദ്ധിച്ചോളാം. If the auditor has modified the opinion as per SA 705 പ്രകാരം modified opinion ആണ് കൊടുത്തതെങ്കിൽ then he has to give the reasons for such modified opinion. അപ്പോൾ unmodified opinion കൊടുക്കണമെങ്കിൽ റീസൺസ് കാണിക്കേണ്ട ആവശ്യമില്ല. If he has expressed modified opinion, then section 143 subsection 4 പറയുന്നു he has to give reasons for modified opinion. അത് നമ്മളൊരു പാരഗ്രാഫ് യൂസ് ചെയ്യും ഓഡിറ്റ് റിപ്പോർട്ടിൽ, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ്. ഏതാ നമ്മൾ പഠിക്കട്ടെ ഒരു ചാപ്റ്ററിൽ, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ്സ്. So if the auditor has expressed an unmodified opinion as per SA 705, then the auditor has to give the reasons for such modified opinion as per section 143 subsection 4. Then such comments shall be read before the company in its GM by the auditors. Auditor എന്ത് ചെയ്യണം, വായിച്ചു കേൾപ്പിക്കും കൂടി വേണം. എവിടെ, ജനറൽ മീറ്റിംഗിൽ. അയാൾക്ക് നോട്ടീസ് കിട്ടുമ്പോൾ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് ആ മോഡിഫൈഡ് ഒപ്പീനിയൻ വായിച്ചു കേൾപ്പിക്കുക. ആൻഡ് these comments are open for inspection by any member of the company. ആ കമന്റ്സ് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻസ്പെക്ട് ചെയ്തിട്ട് ഓഡിറ്റ് ചോദിക്കുകയും ചെയ്യാം. why this modified opinion has been given. ഇത് ക്ലിയർ ആണ്. this is duty as per section 143 subsection 4. so the auditor has to, if the auditor has given modified opinion as per section SA 705, he has to express the reasons why he has given a modified opinion, and such comments have to be read before the general meeting by the auditor, and it is open for the inspection to any member of the company. ഇതാണ് section 143 subsection 4. അടുത്ത section 143 subsection 5 6 7 എല്ലാ ഗവൺമെന്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ section 143 5 6 7 ഇത് നമ്മൾ വേറൊരു ചാപ്റ്ററിൽ കൂടി കണക്ട് ചെയ്ത് പഠിക്കട്ടെ. അപ്പൊ അവിടെ ഇതേ കാര്യങ്ങൾ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വീണ്ടും നോക്കാം നമുക്ക്. സോ ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ ഓഫ് ഗവൺമെന്റ് കമ്പനി ആസ് പെർ സെക്ഷൻ 143 5 6 7. 143 സബ്സെക്ഷൻ 1 ഞാൻ പറഞ്ഞു ഇൻക്വയറി, 2 3 ഞാൻ വിട്ടു, 4 പറയുന്നത് റീസൺസ് ഫോർ എന്താ മോഡിഫിക്കേഷൻ, 5 6 7 ഇത് മൂന്ന് സെക്ഷനും റിലേറ്റഡ് ടു ഗവൺമെന്റ് കമ്പനി, ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി റിലേറ്റഡ് ടു ഗവൺമെന്റ് കമ്പനി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സെക്ഷൻ 143 സബ്സെക്ഷൻ 5. In the case of government company, the CAG will appoint the auditor to conduct. അല്ലെ, ഗവൺമെന്റ് കമ്പനിയാണ് നമുക്കറിയാം, CAG ആണ് അപ്പോയിന്റ് ചെയ്യാന്നറിയാം അല്ലെ. വിത്തിൻ 180 days from the commencement of financial year എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓഡിറ്റർ ആണ് എങ്കിൽ CAG വിത്തിൻ 60 days അപ്പോയിന്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്.
CAG also give the directions and the manner in which the accounts of the government company are required to be audited. CAG idum kodi parayum അതിന്റെ ഡയറക്ഷൻസും അതുപോലെ ഏത് രീതിയിലാണ് അക്കൗണ്ട്സ് എല്ലാം ഓഡിറ്റ് ചെയ്യേണ്ടതെന്നും കൂടിയും CAG ഡയറക്ഷൻസ് കൊടുക്കും. So CAG will give directions and the manner in which the audit has to be conducted. ഇത് ക്ലിയർ ആണല്ലേ? The auditor after completing the audit will issue audit report to CAG. C&AG ക്ക് എന്ത് ചെയ്യും? റിപ്പോർട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഓഡിറ്റിന് ശേഷം ഓഡിറ്റർ CAG ക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. The auditor of the government company shall also state in his report the direction is issued by CAG, the actions taken thereupon and its impact on the accounts and financial statements of the company. എന്തുകൂടി റിപ്പോർട്ട് കാണിച്ചിരിക്കണം? The direction, ഇന്ന ഡയറക്ഷൻസ് ഒക്കെ CAG തന്നിരുന്നു എന്നും അതിനനുസരിച്ച് ഇന്ന കാര്യങ്ങൾ എടുത്തിരുന്നു, അത് ഇന്ന ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു കൃത്യമായിട്ട് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. This is as per section 143 subsection 1. So in the case of government company, the CAG will appoint the auditor and the CAG also give directions and the manner in which the audit has to be conducted, and the auditor after completing his audit, the report to be issued to CAG. What the auditor should also do? He should also include in his report the directions given by the CAG, the actions they taken thereupon, and impact on the accounts and the financial statements of the company. Is it clear ആവുന്നുണ്ടല്ലോ? Then 143(6) പ്രകാരം എന്താ പറയുന്നത്? ഇത് കിട്ടിക്കഴിഞ്ഞാൽ CAG ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് ശ്രദ്ധിച്ചോളൂ, the CAG carry out supplementary audit within 60 days from the date of receipt of such audit report. MCQ എന്ന് എഴുതി വെക്കുക കേട്ടോ. Supplementary audit conduct ചെയ്യാം. So what is supplementary audit? Supplementary audit പറഞ്ഞാൽ വേണമെങ്കിൽ ചില പോയിന്റ് ഒക്കെ വ്യക്തത കുറവുണ്ടെങ്കിൽ അതിനെ വീണ്ടും എന്ത് ചെയ്യാം? ഓഡിറ്റ് ചെയ്യിപ്പിക്കാം. വേറെ ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യാം? ഓഡിറ്റ് ചെയ്യിപ്പിക്കാം. അതാണ് supplementary audit. So on the receipt of the auditor's report, the CAG may carry out or can carry out supplementary audit within 60 days from the date of such report. He may also comment upon the audit report. CAG ക്ക് എന്ത് ചെയ്യാം? ആ ഓഡിറ്റ് റിപ്പോർട്ടിന് മുകളിൽ കമന്റ് കൊടുക്കാം. And the audit report should be sent to every person to whom copies of audited financial statements are sent, and the copy of such audit report shall be placed at the AGM. ഇനി ഈ റിപ്പോർട്ട് ആർക്കൊക്കെയാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അയച്ചിട്ടുള്ള അവർക്കൊക്കെ അയച്ചു കൊടുക്കും വേണം. ഇത് AGM ഓഡിറ്റ് റിപ്പോർട്ട് AGM പ്ലേസ് ചെയ്യും വേണം. അതാണ് സെക്ഷൻ 143 സബ്സെക്ഷൻ 6. ഇത് കിട്ടിക്കഴിഞ്ഞാൽ CAG ക്ക് വേണ്ടി സപ്ലിമെന്ററി ഓഡിറ്റ് കണ്ടക്ട് ചില ആസ്പെക്ട്സിലൊക്കെ അവർക്ക് വ്യക്തത കുറവുണ്ടെങ്കിൽ സപ്ലിമെന്ററി ഓഡിറ്റ് കണ്ടെത്താൻ വേറെ ആളെ കൊണ്ട് within 60 days from the date of audit report അവർക്ക് അതിന്റെ മുകളിൽ കമന്റ് ചെയ്യാം. ഇനി ഇത് ആർക്കൊക്കെയാണ് ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അയച്ചു കൊടുത്തത് അവർക്കൊക്കെ ഈ റിപ്പോർട്ട് അയച്ചു കൊടുക്കാം. എന്നിട്ട് AGM പ്ലേസ് ചെയ്യും വേണം. Section 143 subsection 7 പ്രകാരം government company, the CAG may require that test audit of the company should be conducted. Test audit എന്ന് പറഞ്ഞാൽ നേരിട്ട് CAG നെ പോയിട്ട് ടെസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ ചില ആസ്പെക്ട്സ് കേട്ടോ. നേരത്തെ 143(6) സപ്ലിമെന്ററി ഓഡിറ്റ് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ടെസ്റ്റ് ഓഡിറ്റ് അവർ തന്നെ ചെയ്യുന്ന ടെസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ ചില ആസ്പെക്ട്, അതാണ് ടെസ്റ്റ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So these are the duties of auditor as per section 143(5), 143(6), 143(7). 143(5) CAG directions ഓഡിറ്റർ ഏത് രീതിയിലൊക്കെ ഓഡിറ്റ് ചെയ്യണമെന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് അവർക്ക് സമർപ്പിക്കണം. അതിൽ എന്ത് ചെയ്യാം? He should also say the directions given by the CAG, the actions taken thereupon, and impacts on the financial statements and accounts. 143(6) പ്രകാരം CAG ക്ക് സപ്ലിമെന്ററി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം within 60 days from the receipt of report. അതിനെ മുകളിൽ കമന്റ് ചെയ്യാം. അത് ആർക്കൊക്കെയാണ് ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അയച്ചിട്ടുള്ള അവർക്കൊക്കെ റിപ്പോർട്ട് അയച്ചു കൊടുക്കും വേണം. മാത്രമല്ല AGM പ്ലേസ് ചെയ്യും വേണം. 143(7) പ്രകാരം ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം CAG if required. So these are the duties of auditor in the case of government company. 143 subsection 5, subsection 6 and subsection 7. ഇനി 143 subsection 8 നോക്കാം. ഡിസ്കസ്ഡ് ബിലോ എന്ന് എഴുതിയിട്ടുള്ളത് ഓഡിറ്റ് ഓഫ് ബ്രാഞ്ചസ്. ബ്രാഞ്ച് ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്താണ് കമ്പനി ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താണ്? ബ്രാഞ്ച് ഓഡിറ്റർ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? സോ സെക്ഷൻ 143 സബ്സെക്ഷൻ 8 എന്താ? ബ്രാഞ്ച് ഓഡിറ്റ് ആണ് പറയുന്നത്. അപ്പൊ നോക്കാം. Who can conduct branch audit? ഇത് MCQ ആയിട്ട് ചോദിക്കാം. ഓക്കെ, 3 മാർക്സ് ആയിട്ട് ചോദിക്കാം. ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിക്കാം. അതൊക്കെ വരാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓഡിറ്റ് ഓഫ് ബ്രാഞ്ചസ് അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 8 നോക്കാം. 143 സബ്സെക്ഷൻ 8 എന്താ പറയണത്? Who can conduct branch audit? ഇന്ത്യൻ ബ്രാഞ്ച് ആണെങ്കിൽ the company auditor himself, അതായത് ഹെഡ് ഓഫീസ് ആരാണ് ഓഡിറ്റ് അവർക്ക് തന്നെ ബ്രാഞ്ച് ഓഡിറ്റ് നടത്താം. or any other person
and who qualifies the conditions as per section 141 subsection 1. The 141 subsection 1 conditions പാലിക്കുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാം ബ്രാഞ്ച് ഓഡിറ്റ് ചെയ്യാം. ഒന്നിനെ കമ്പനിയുടെ ഓഡിറ്റിന് ഓഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 141 subsection 1 എലിജിബിൾ ആയിട്ടുള്ള ആർക്കും വേണമെങ്കിൽ ബ്രാഞ്ച് ഓഡിറ്റ് അയക്കാം. ഇന്ത്യൻ ബ്രാഞ്ച് ആണെങ്കിൽ. ഇനി ഫോറിൻ ബ്രാഞ്ച് ആണെങ്കിൽ the company auditor himself, അപ്പൊ ഹെഡ് ഓഫീസിന്റെ ഓഡിറ്റർ എങ്ങനെയാണ് ബ്രാഞ്ച് ഓഡിറ്റ് ചെയ്യാം, or an accountant or person who is eligible to act as auditor as per the law of that country. ആ രാജ്യത്തെ നിയമപ്രകാരം ആർക്കാണ് ഓഡിറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുക, അയാൾക്ക് ഓഡിറ്റർ ആവാം. സോ ഫോറിൻ ബ്രാഞ്ച് ആണെങ്കിൽ കമ്പനി ഓഡിറ്റർക്ക് ആവാം, മറ്റാർക്കും പറ്റില്ല. പിന്നെ ആ രാജ്യത്തെ പ്രകാരം ആർക്കാണ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുക, അയാൾക്കും ഓഡിറ്റർ ആവാം. സോ ഇന്ത്യൻ ബ്രാഞ്ച് ആണെങ്കിൽ the company auditor himself or any other person who qualifies the conditions as per section 141 subsection 1. Foreign branch ആണെങ്കിൽ the company auditor himself or any other person who is eligible to act as an auditor as per the law of that country. In rights and duties, same as in the case of company audit. നേരത്തെ പഠിച്ച റൈറ്റ്സും നേരത്തെ പഠിച്ച എല്ലാ ഡ്യൂട്ടീസിന്റെ ബ്രാഞ്ചിൽ വരുന്നുള്ളൂ, യാതൊരു വ്യത്യാസമില്ല. ഒരു അഡീഷണൽ ഡ്യൂട്ടി മാത്രം കയറി വരും. അതെന്താ, the branch auditor has to submit his report to the principal auditor, company auditor, on accounts verified by him with respect to financial statements of branches. അവിടുത്തെ financial statements അയാൾ ഓഡിറ്റ് ചെയ്തിട്ട് അയാൾ പ്രിപ്പയർ റിപ്പോർട്ട്, ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കാര്യം റിപ്പോർട്ട് ഇവിടേക്ക് എന്ത് ചെയ്യേണ്ടി വരും, സബ്മിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഇവിടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കിടക്കുന്ന ബ്രാഞ്ചിന്റെ ഫിഗേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് അല്ലെ. സോ ദ ബ്രാഞ്ച് ഓഡിറ്റർ ഹാസ് ടു സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട് ടു ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ, കമ്പനി ഓഡിറ്റർ, on the accounts examined by him with respect to the branch financial statements. The principal auditor should consider the branch audit report in framing the report of the company. Company audit report frame ചെയ്യുന്ന സമയത്ത് principal auditor എന്ത് ചെയ്യണം, ഈ branch audit report കൂടി കൺസിഡർ ചെയ്യണം. ഇതാണ് section 143 subsection 8 ല് പറഞ്ഞിട്ടുള്ളത്. So Indian branch നമുക്ക് ആർക്ക് വേണമെങ്കിൽ ആവാം, കമ്പനി ഓഡിറ്റർ 141 സാറ്റിസ്ഫൈ ചെയ്യുന്ന ആർക്കും. ഫോറിൻ ബ്രാഞ്ച് കമ്പനി ഓഡിറ്റർ himself or any other person who is eligible to act as an auditor as per the law of that country. Duties and rights same. Additional duty അവിടുത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. ഇത്രയും ക്ലിയർ ആയോ? സെക്ഷൻ 143 സബ്സെക്ഷൻ 8 ക്ലിയർ ആയില്ലേ? In section 143 9 and 10 അവിടെ പറയുന്നത് auditor has to comply relevant standards on auditing. Standards എന്താ, കംപ്ലൈ ചെയ്യണം, auditing standards കംപ്ലൈ ചെയ്യണം. സെക്ഷൻ 143 9 143 10 പറയുന്നത്. സെക്ഷൻ 143 11 പറയുന്നത് കാരോ ആണ് കേട്ടോ, നമ്മൾ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കും, അതുകൊണ്ട് ഇവിടെ ഡീൽ ചെയ്യില്ല. 143 12 നമുക്ക് നോക്കാം, അത് ഇവിടെ ഡീൽ ചെയ്യണം. അത് SA 240 ബന്ധപ്പെട്ട ഫ്രോഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ്. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോണത് സെക്ഷൻ 143 സബ്സെക്ഷൻ 12 റിപ്പോർട്ടിംഗ് ഓൺ ഫ്രോഡ്. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് 13 14 15 ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട 12ന്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു പോകുള്ളൂ കേട്ടോ. സോ റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ് ആസ് പെർ സെക്ഷൻ 143 subsection 12. Reporting of fraud as per section 143 subsection 12. നമ്മൾ SA 240 പ്രകാരം പഠിച്ചിട്ടുണ്ട്. ഓഡിറ്റർ എന്ത് ചെയ്യണം, ഫ്രോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരെ കമ്പനി TCWG മാനേജ്മെന്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. പ്രിവെൻഷൻ ഡിറ്റക്ഷൻ കറക്ഷൻ എന്റെ ജോലി അല്ലാന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, ആസ് പെർ കമ്പനീസ് ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെന്റും കൂടിയും റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ കമ്പനി ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് SA 240 കംപ്ലൈ ചെയ്യുന്നതിനൊപ്പം സെക്ഷൻ 143 സബ്സെക്ഷൻ 12 കൂടി എന്ത് ചെയ്യണം, കംപ്ലൈ ചെയ്തിരിക്കണം. ഇവിടെ എന്താ പറയുന്നത് നോക്കാം. If the auditor has reason to believe that, വിശ്വസിക്കാവുന്ന കാരണങ്ങൾ ഉണ്ടെങ്കിൽ, സെക്ഷൻ 143 സബ്സെക്ഷൻ 12 ആണ് പറയേണ്ടത്. If the auditor has reason to believe that എന്താ, an offense involving fraud is being or has been committed against the company by the officers or employees അല്ലെ. അപ്പൊ ഓഫീസേഴ്സോ എംപ്ലോയീസോ കമ്പനിക്കെതിരായിട്ട് വല്ല ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുകയോ കമ്മിറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടാകുകയോ എന്നുള്ള ഒരു സംശയം ഉണ്ട് എങ്കിൽ, he has any reason to believe that, then the auditor shall, എന്താ ഓഡിറ്റർ ചെയ്യുന്നത്. So if the auditor has reason to believe that, എന്താ റീസൺ ആ പറയുന്നത്, an offense involving fraud has been or is being committed against the company by its employees or officers, then the auditor shall. അവിടെ രണ്ട് രീതിയിലാണ് പറയുന്നത്, ഇത് ശ്രദ്ധിച്ചോളൂ. If the amount involved in the fraud is less than 1 crore, 1 കോടിക്ക് താഴെയാണ്, ലെസ് ദാൻ പറഞ്ഞ ഈക്വൽ ടു ഇല്ല കേട്ടോ, 1 കോടിക്ക് താഴെയാണ് ആ ഫ്രോഡിൽ ഇൻവോൾവ് ആയിട്ടുള്ള എമൗണ്ട് എങ്കിൽ,
equal to more than 1 crore. ഒരു കോടിക്ക് മേലെയോ ഒരു കോടിയോ അതിന് മേലെയാണോ ഫ്രോഡിൽ ഇൻവോൾവ് ആയിട്ട് എമൗണ്ട് എങ്കിൽ രണ്ട് രീതിയാ പറയാം കേട്ടോ. അപ്പൊ ആ ഫ്രോഡിൽ ഇൻവോൾവ് ആയിട്ടുള്ള എമൗണ്ടിനെ രണ്ടായിട്ട് തിരിച്ചു. ഒരു കോടിക്ക് താഴെ, ഒരു കോടിയോ അതിന് മേലെ. ഒരു കോടിക്ക് താഴെ ആണെങ്കിൽ ഓഡിറ്റർ അറിഞ്ഞ ഉടനെ 2 ദിവസത്തിനുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ ഓഡിറ്റ് കമ്മിറ്റി അറിയിച്ചിരിക്കണം. ഷോയിങ് ദ നേച്ചർ, എമൗണ്ട് ആൻഡ് പാർട്ടീസ് ഇൻവോൾവ്. ഏത് നേച്ചറിലെ ഫ്രോഡ്, FFR ഫ്രോഡ് ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണോ, അത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ് ആണോ, എത്ര എമൗണ്ട് ഇൻവോൾവ് ആണ്, ആരൊക്കെ പാർട്ടീസ് ഇൻവോൾവ് ആണ്, ആ സംശയം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിച്ചിരിക്കണം വിത്തിൻ 2 days ഓഫ് നോളജ്. അല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഓഡിറ്റ് കമ്മിറ്റിക്കും അവരെന്ത് ചെയ്യും? The company should disclose in board report. അത് അവർ ബോർഡ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. നേച്ചർ, എമൗണ്ട്, പാർട്ടീസ് ഇൻവോൾവ് ആൻഡ് റെമഡിയൽ ആക്ഷൻസ് ടേക്കൺ. ഇതൊക്കെ അവർ ബോർഡ് റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം? കാണിച്ചിരിക്കണം. സോ if the amount involved in the fraud is less than 1 crore, it should be reported to the board of directors within 2 days of knowledge to the board of directors or audit committee. The nature, showing the nature, the amount and the parties involved. അവരെന്ത് ചെയ്യും? ബോർഡ് റിപ്പോർട്ടിൽ കാണിക്കും the nature, amount and parties involved and the remedial actions taken. നമ്മുടെ പ്രശ്നം വരുന്നൊക്കെ ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. മോർ ദാൻ 1 crore ആണെങ്കിൽ അപ്പൊ ശ്രദ്ധിച്ചോളാം, റിപ്പോർട്ട് വിത്തിൻ 2 days ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഡിറ്റ് കമ്മിറ്റി. അതിൽ വ്യത്യാസമില്ല. 45 ദിവസത്തിനുള്ളിൽ അതിന്റെ റിപ്ലൈ ചോദിച്ചിരിക്കണം. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി എന്റെ അടുത്ത് പറയൂ, 45 ദിവസത്തിനുള്ളിൽ എന്റെ അടുത്ത് പറഞ്ഞിരിക്കണം. ക്ലിയർ ആവട്ടെ? സോ സീക്ക് റിപ്ലൈ വിത്തിൻ 45 days. ഇഫ് റിപ്ലൈ റിസീവ്ഡ് വിത്തിൻ ദ സെറ്റ് ടൈം, ആ 45 ദിവസത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? റിപ്പോർട്ട് ടു സെൻട്രൽ ഗവൺമെന്റ് ഇൻ ADT4. ADT4 എന്ന് പറഞ്ഞ ഫോമിൽ സെൻട്രൽ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഏതൊക്കെ ഫോമാണ് പഠിച്ചത്? ADT1 അപ്പോയിന്റ്മെന്റ്, ADT2 റിമൂവലിന് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന അപ്ലിക്കേഷൻ, ADT3 റെസിഗ്നേഷനുമായി ബന്ധപ്പെട്ട, ADT4 അല്ലെ? So report to central government inform ADT4 within 15 days of receipt of reply. എന്നാണോ റിപ്ലൈ കിട്ടിച്ചാൽ അവിടുന്ന് 15 ദിവസത്തിനുള്ള സെൻട്രൽ ഗവൺമെന്റ് ADT4 അതിന്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കണം. സോ ഇഫ് റിപ്ലൈ is received within the set time, report to the central government within 15 days of reply inform ADT2. ഇതിന്റെ ഒപ്പം ഒരു കാര്യം കൂടി എഴുതി ചേർക്കുക, ADT4 പ്ലസ് ബോർഡ് ഓഫ് ഡയറക്ടർ റിപ്ലൈയും കൂടി ഇതിന്റെ ഒപ്പം എന്ത് ചെയ്യണം? അയച്ചിരിക്കണം. ഓഡിറ്ററുടെ ADT4 പ്രകാരം ഓഡിറ്റർ റിപ്പോർട്ട് പ്ലസ് ബോർഡ് ഓഫ് ഡയറക്ടർ റിപ്ലൈയും കൂടിയും അയച്ചിരിക്കാം. അവർ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഡിറ്റ് കമ്മിറ്റിക്ക് റിപ്ലൈ ചോദിച്ചിട്ടുണ്ടല്ലേ, അതിന്റെ കോപ്പി അടക്കം നമ്മൾ എന്ത് ചെയ്യണം? അയച്ചു കൊടുക്കണം. If reply is not received within the set time, അവിടെയാണ് പ്രശ്നം വരുന്നത്. റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാണോ 45 ദിവസം കഴിയുന്നത്, അവിടുന്ന് അങ്ങോട്ട് 15 ദിവസത്തിനുള്ളിൽ. So then the auditor within 15 days after the expiry of 45 days, അപ്പൊ 45 ദിവസം വരെ എനിക്ക് കാക്കാം. അതെന്നാണോ കഴിഞ്ഞത്, പിന്നെ അവിടുന്ന് 15 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട് ടു ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ ADT4. ADT4 സെൻട്രൽ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യാം. ഒരു നോട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അത് അവിടെ എഴുതിയിട്ടില്ല. That the matter was discussed with board of directors and no reply received എന്ന് പറഞ്ഞിട്ടൊരു നോട്ട് കൂടി എന്ത് ചെയ്യണം? എഴുതി വെക്കണം കേട്ടോ. മാറ്റർ വാസ് ഡിസ്കസ് വിത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ഓഡിറ്റ് കമ്മിറ്റി, നോ റിപ്ലൈ വാസ് റിസീവ്ഡ് എന്ന നോട്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ADT4 എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യുക. സോ കിട്ടിക്കഴിഞ്ഞാൽ അവൾ കിട്ടിയ 15 ദിവസത്തിൽ ADT4, കിട്ടിയില്ലെങ്കിൽ 45 ദിവസം കഴിഞ്ഞിട്ട് 15 ദിവസം ADT4 എന്ത് ചെയ്യുക? അപ്പൊ ADT4 എന്തായാലും എന്ത് ചെയ്തേ? കൊടുത്തേ പറ്റൂ. ഇഫ് ദ എമൗണ്ട് ഇൻവോൾവ് ഈസ് 1 crore or more, സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിരിക്കണം. ഇനി അതുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ആട്ടിയില്. ആർക്കാ റിപ്പോർട്ട് കൊടുക്കേണ്ടത്? ടു ദ സെക്രട്ടറി ഓഫ് MCA. എങ്ങനെയാ? ഇൻ എ സീൽഡ് കവർ. ശ്രദ്ധിക്കുക കേട്ടോ, സീൽ ചെയ്തിട്ടുള്ള കവറിൽ അത് രജിസ്റ്റേർഡ് പോസ്റ്റ് എക്നോളജ്മെന്റ് ഡ്യൂ, അത് കിട്ടിയെന്ന് ഉറപ്പിക്കാനായിട്ടാണ് എക്നോളജ്മെന്റ് ഡ്യൂ. രജിസ്റ്റേർഡ് പോസ്റ്റിലാണ് കൊടുക്കേണ്ടത്. ഫോളോഡ് ബൈ ഇമെയിൽ, അതിന്റെ ഒരു കോപ്പി ഇമെയിൽ ആയിട്ടും സെൻഡ് ചെയ്തിരിക്കണം. അപ്പൊ സെക്രട്ടറിക്കാണ് കൊടുക്കേണ്ടത്, സീൽഡ് കവറിലായിരിക്കണം. രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് എക്നോളജ്മെന്റ് ഡ്യൂ, അത് ഇമെയിലും കൂടിയും അയച്ചിരിക്കണം. ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലേ? ദെൻ അടുത്ത ADT4 എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യേണ്ടത് ലെറ്റർ ഹെഡിലാണ്. ഓഡിറ്ററുടെ ആ ലെറ്റർ ഹെഡിൽ ഓഡിറ്റർ അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഇമെയിൽ ID, മെമ്പർഷിപ്പ് നമ്പർ ഇതൊക്കെ കാണിച്ചു. അപ്പൊ ഓഡിറ്റർ ലെറ്റർ ഹെഡിലാണ് ADT4 എന്ത് ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത് ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് സെക്ഷൻ 143 സബ്സെക്ഷൻ 12 റിപ്പോർട്ടിംഗ് ഓൺ ഫ്രോഡ്. 1 കോടിക്ക് താഴെയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കുക, അവർ ബോർഡ് റിപ്പോർട്ടിൽ കാണിച്ചോളും. 1 കോടിയാണ് മേലെയാണെങ്കിൽ ആദ്യം ബോർഡ് ഓഫ് ഡയറക്ടർ 2 ദിവസം അറിയിക്കുക, 40 ദിവസം റിപ്ലൈ തരാൻ പറയാം. കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് 15 ദിവസത്തിലെ സെൻട്രൽ ഗവൺമെന്റ് ADT4, കിട്ടിയത് 45 ദിവസം കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് ADT4. MCAക്ക് സെക്രട്ടറിക്കാണ് അയക്കേണ്ടത്, ലെറ്റർ ഹെഡിലാണ് കൊടുക്കേണ്ടത്. ലെറ്റർ ഹെഡിൽ അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഇമെയിൽ ID, മെമ്പർഷിപ്പ് നമ്പർ ഒക്കെ ഉണ്ടായിരിക്കണം. സീൽഡ് കവറിലായിരിക്കണം, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിരിക്കണം, ഇമെയിലും കൂടി അയച്ചിരിക്കണം. സോ ഇത്രയാണ് 143 സബ്സെക്ഷൻ 12 റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ്. ഇനി ഏതൊക്കെ പീനൽ പ്രൊവിഷൻസ് നോക്കാം ആസ് പെർ ദ കമ്പനീസ് ആക്ട്.
സെക്ഷൻസ് കംപ്ലൈ ചെയ്തിട്ടില്ല, പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനിക്കും അതിലത്തെ ഓഫീസേഴ്സിനും അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ട്സിനും എല്ലാവർക്കും ഉള്ള പീനൽ പ്രൊവിഷൻസ് ഏതൊക്കെയാ? സെക്ഷൻ 147 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെക്ഷൻ 147 പെനാൽറ്റി പ്രൊവിഷൻസ്, പണിഷ്മെന്റ് ഫോർ നോൺ കംപ്ലയൻസ്, പണിഷ്മെന്റ് ഫോർ നോൺ കംപ്ലയൻസ്. അത് ടു ദ കമ്പനി, ശ്രദ്ധിച്ചോളൂ, രണ്ട് രീതിയിലാണ്. ടു ദ കമ്പനി ആൻഡ് ഓഫീസേഴ്സ് ഇൻ ഡിഫോൾട്ട്. കമ്പനിക്കാണ് ഏത് സെക്ഷനാ? സെക്ഷൻ 139 തൊട്ട് 146 വരെ. 139 അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടല്ലേ. സോ 139 തൊട്ട് 146 വരെ MCQ നോട്ട് ചെയ്ത് വെക്കാം. സെക്ഷൻ 139 തൊട്ട് 146 വരെയുള്ള സെക്ഷൻസ് കംപ്ലൈ ചെയ്തില്ല എങ്കിൽ കമ്പനിക്ക് മിനിമം 25,000 മാക്സിമം 50,000 ഉണ്ടാവും. മിനിമം 25,000 രൂപ വരും, മാക്സിമം എത്ര വരും? സോറി, നോട്ട് 50,000, 5 ലക്ഷം. സോ മിനിമം 25,000, മാക്സിമം 5 lakhs കമ്പനിക്ക് വരും. Then for officers and default മിനിമം 10,000, മിനിമം 10,000, മാക്സിമം എത്ര വരുന്നുണ്ട്? 1 lakh വരുന്നുണ്ട്. അപ്പൊ കമ്പനിക്കാണെങ്കിൽ മിനിമം 25,000, മാക്സിമം 5 lakhs. ഓരോ ഓഫീസേഴ്സിനും മിനിമം 10,000, മാക്സിമം 1 lakh. ഇനി ടു ദ ഓഡിറ്റർ ആണ് എങ്കിൽ അത് അൺഇൻറ്റൻഷണൽ ഡിഫോൾട്ട് ആണ് എങ്കിൽ, ഇന്റൻഷണൽ അല്ല, ഇറ്റ്സ് എൻ എറർ, നമ്മളെ ശ്രദ്ധയിൽ പെട്ടില്ല, ക്ലിയർ ആവുന്നില്ലേ? അൺഇൻറ്റൻഷണൽ എറർ ആണെങ്കിൽ സെക്ഷൻ 139, 144, 145. 139 എന്ന് പറയുന്നത് this appointment, reappointment. 144 prohibited services. 145 signing the audit report. അല്ലെ, ഇതെന്താ നോൺ കംപ്ലയൻസ് ആണെങ്കിൽ മിനിമം 25,000, മാക്സിമം ലോവർ ഓഫ് ഏതാ 4 times ഓഫ് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ 4 times. അപ്പൊ എത്രയാണ് ഓഡിറ്റർ റെമ്യൂണറേഷൻ? അതിന്റെ 4 times ഓർ 5 ലക്ഷം. ഇതിൽ ഏതാണോ ലോവർ അതുപോലെ തന്നെ അതായിരിക്കും എന്റെ മാക്സിമം വരിക. അപ്പൊ 50,000 ആണ് എന്റെ റെമ്യൂണറേഷൻ, അതിന്റെ 4 times പറഞ്ഞാൽ 2 ലക്ഷം. അപ്പൊ 2 ലക്ഷം, 5 ലക്ഷം, ലോവർ ഏതാ? 2 ലക്ഷം. അത്രയാണ് മാക്സിമം വരിക. മിനിമം 25,000, മാക്സിമം ലോവർ ഓഫ് 4 times ഓഫ് റെമ്യൂണറേഷൻ ഓർ rupees 5 lakhs. അത് ഇന്റൻഷണൽ ഡിഫോൾട്ട് ആണ് എങ്കിൽ മിനിമം 50,000, മാക്സിമം 8 times ഓഫ് റെമ്യൂണറേഷൻ ഓർ rupees 25 lakhs. എന്റെ റെമ്യൂണറേഷന്റെ 8 times ഓർ rupees 25 lakhs. ഇത് ഏതാണോ ലോവർച്ച അതായിരിക്കും മാക്സിമം വരിക. സോ ഓഡിറ്റർക്കാണ് ഇന്റൻഷണൽ. അൺഇൻറ്റൻഷണൽ ആണെങ്കിൽ മിനിമം 25,000, മാക്സിമം 4 times ഓർ റെമ്യൂണറേഷൻ ഓർ 5 lakhs വിത്ത് അല്ലെ, അതിന്റെ കുറവ് ഏതാച്ചാ അല്ലെ, അതിന്റെ ലോവർ ഏതാച്ചാ അത്. ഇന്റൻഷണൽ ആണെങ്കിൽ മിനിമം 50,000, മാക്സിമം ലോവർ ഓഫ് 8 times ഓർ റെമ്യൂണറേഷൻ ഓർ rupees 25 lakhs. ഇനി അതല്ല, ശ്രദ്ധിച്ചോളൂ, അതല്ല, if any audit firm or its partner or partners acted in a fraudulent manner, ആ ഓഡിറ്റ് ഫേമോ അതിലത്തെ പാർട്ട്ണറോ പാർട്ട്നേഴ്സോ ഫ്രോഡുലന്റ് മാനറിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർ ഇൻവോൾവ് ഇൻ എ കോൺസ്പിരസി, ഒരു കോൺസ്പിരസിയിൽ ഇൻവോൾവ് ആണ് എങ്കിൽ, ക്ലിയർ ആണല്ലോ, ഒരു കോൺസ്പിരസി ഇൻവോൾവ് related to a fraud by the company or its directors or officers. So if an audit firm or any partner or partners acted in a fraudulent manner or involved in a conspiracy relating to fraud by the company, its officers or directors, അത് സിവിൽ ലയബിലിറ്റി ആണ് എങ്കിൽ, സിവിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മെൻസ് റിയ എന്ന കണ്ടന്റ്, ഒരാളെ ചതിക്കാവുന്ന രീതിയിലുള്ള കണ്ടന്റ് ഇല്ല എങ്കിൽ സിവിൽ ലയബിലിറ്റി ആണെങ്കിൽ all the partners are jointly and severally responsible. എല്ലാ പാർട്ട്നേഴ്സും jointly severally responsible ആയിരിക്കും. ഫൈൻ will be imposed. ക്ലിയർ ആണല്ലേ? അതല്ല ക്രിമിനൽ ലയബിലിറ്റി ആണ് എങ്കിൽ ഓൺലി ദ കൺസേർഡ് പാർട്ട്ണർ ഓർ പാർട്ട്നേഴ്സ് ആർ ലയബിൾ. ഇംപ്രിസൺമെന്റ് ഉണ്ടാവും. ക്ലിയർ ആവുണ്ടല്ലേ? imprisonment available ആയിരിക്കും. So if any audit firm or a partner or partners involved in a fraud or included in a conspiracy relating to fraud by the company or its directors or officers, civil liability, all the partners are jointly and severally liable. Fine ഉണ്ടാവുക. Criminal liability, only concerned partner or partners are liable. Imprisonment ആണ് ഉണ്ടാവുക. Then എന്താ ചെയ്യേണ്ടത്? Auditor has to refund the remuneration received. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഓഡിറ്റർ ഭാഗത്ത് നിന്ന് അപാകതകൾ വന്നു കഴിഞ്ഞാൽ റെമ്യൂണറേഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഓഡിറ്റർ റീഫണ്ട് ചെയ്തിരിക്കണം. മാത്രമല്ല പേ ഡാമേജസ് ടു ദ കമ്പനി, എനി സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഓർ അതോറിറ്റീസ്, ക്ലിയർ ആണല്ലേ, ഓർ ക്രെഡിറ്റേഴ്സ് ഫോർ ലോസ് അറൈസിംഗ് ഔട്ട് ഓഫ് inappropriate audit report. അപ്പൊ inappropriate audit report കൊണ്ട് ആർക്കെങ്കിലും ഡാമേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യണം? ഡാമേജസിനെ കോമ്പൻസേറ്റ് ചെയ്യും വേണം. അപ്പൊ തിരിച്ച് ഓഡിറ്റർ റെമ്യൂണറേഷൻ റീഫണ്ട് ചെയ്യണം. മാത്രമല്ല ആ ഓഡിറ്റ് റിപ്പോർട്ട് കാരണം ആരൊക്കെ അഫക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവർക്കുണ്ടായ ഡാമേജസിനെ കോമ്പൻസേറ്റ് ചെയ്യും വേണം. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ പീനൽ പ്രൊവിഷൻസ് ആസ് പെർ സെക്ഷൻ 147 in the case of company, in the cases of officers default, in the case of auditors as well. Section 148 ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ സെക്ഷൻ ആണ്. സെക്ഷൻ 148 കോസ്റ്റ് ഓഡിറ്റ്.
അതൊരു പ്രത്യേക രീതിയിൽ അതിൽ പറഞ്ഞിട്ടില്ല. ബ്രാഞ്ച് ഓഡിറ്റ് പഠിച്ചു അല്ലെ, അതേപോലെ കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്ത് ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക. അപ്പൊ സെക്ഷൻ 148 ആണ് റൂൾസ് കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് 2014. ക്ലിയർ ആവുന്നല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം the manufacturing കമ്പനീസിനും സർവീസ് സെക്ടറിൽ പെട്ട കമ്പനീസിനാണ് ഈ ഓഡിറ്റ് എന്താവുക, അപ്ലിക്കബിൾ ആവുക. അപ്പൊ എല്ലാവർക്കും ട്രേഡിംഗ് കമ്പനിക്ക് ഇല്ല, മാനുഫാക്ചറിംഗ് കമ്പനി, സർവീസ് കമ്പനി, അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റെഗുലേറ്റഡ് സെക്ടർ എന്നും നോൺ റെഗുലേറ്റഡ് സെക്ടർ എന്നും. റെഗുലേറ്റഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഐറ്റംസിന് വല്ല റെഗുലേഷൻസ് ഉണ്ട്, ആംസ് ആൻഡ് അമ്യൂണിറ്റീസ്, ഡിഫൻസ് സെക്ടറിൽ വരുന്നത്. നോൺ റെഗുലേറ്റഡ് സെക്ടർ, രണ്ട് സെക്ടേഴ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ, ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. അപ്പൊ മാനുഫാക്ചറിംഗ് സെക്ടേഴ്സും സർവീസ് സെക്ടേഴ്സിലും വരുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ കമ്പനീസിനാണ് കോസ്റ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സിന് അപ്ലിക്കബിലിറ്റി വരും. അപ്പോൾ ഒരു കഥ ഞാൻ ആദ്യം പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ആദ്യം സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യും ഇന്ന ഓർഗനൈസേഷനൊക്കെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ കോസ്റ്റ് ഓഡിറ്റിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോളോ, applicability of maintenance of cost records rule 3. ഈ റൂൾ 3 എന്നുള്ള MCQ ആയിട്ട് ചോദിക്കാം കേട്ടോ. ആർക്കൊക്കെയാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ടേൺ ഓവർ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 35 crores. ക്ലിയർ ആവണ്ടേ? 35 കോടിയോ അതിൽ എന്താ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എന്നും സർവീസിനും, അപ്പൊ മാനുഫാക്ചറിംഗ് സർവീസ് ഇൻഡസ്ട്രിക്ക് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. 35 കോടിയോ അതിൽ കൂടുതലോ ടേൺ ഓവർ ഉണ്ട് പ്രൊഡക്ട്സും സർവീസ്, എല്ലാ പ്രൊഡക്റ്റിനും സർവീസിനും എങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? കോസ്റ്റ് റെക്കോർഡ്സ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. CAR എന്ന് പറയാം, കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ക്ലിയർ ആണല്ലേ? സോ ഇഫ് ദ ടേൺ ഓവർ ഇൻ ദ കേസ് ഓഫ് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രീസ്, ഇഫ് ദ ടേൺ ഓവർ is greater than 35 crores, greater than equal to 35 crores during the year from the products or services, then cost accounting records and maintain as per the rule 3. ഇത് ക്ലിയർ ആവല്ലേ? അത് ഏത് ഫോർമുല? CRA1 എന്ന് പറഞ്ഞ ഫോർമുല ആണ്. ആരാ പ്രിസ്ക്രൈബ് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുക കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ്സ് ടു ദോസ് എന്റിറ്റീസ്, ക്ലിയർ ആവല്ലേ, ടു മെയിൻറ്റെയിൻ കോസ്റ്റ് റെക്കോർഡ്സ്. അതും വേറെ എല്ലാ പ്രൊഡക്റ്റിനും സർവീസസിനും ചിലപ്പോൾ വേണമെന്ന് പറയട്ടെ, അതിൽ പ്രിസ്ക്രൈബ് ചെയ്യും ഇന്ന പ്രൊഡക്റ്റിനും ഇന്ന സർവീസസിനാണ് കോസ്റ്റ് റെക്കോർഡ്സ് എന്ത് ചെയ്യേണ്ടത്? മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു മനസ്സിലാവല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ അതൊന്നും ബുക്കിലില്ല കേട്ടോ, അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. പുസ്തകത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, പക്ഷെ മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയുന്ന ബാക്ക്ഗ്രൗണ്ടും കൂടി അറിയണം. സെൻട്രൽ ഗവൺമെന്റ് ചില മാനുഫാക്ചറിംഗ് സർവീസ് സെക്ടറിൽ പെട്ട എന്റിറ്റീസിന് അതിനെ റെഗുലേറ്റഡ് എന്നും നോൺ റെഗുലേറ്റഡ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. അവരോട് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. എങ്ങനെയാണെങ്കിൽ 35 crores അത് കൂടുതലോ എന്തിന്റെ ടേൺ ഓവർ പ്രൊഡക്റ്റിനും സർവീസസിനും, അത് പ്രൊഡക്റ്റിന് മാത്രമോ സർവീസിന് മാത്രമോ കമ്പൈൻഡ് ഫോം ആയിരിക്കാം, 35 കോടിയിൽ കൂടുതലുണ്ടെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. CRA1 മെയിൻ ഫോമിലാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയാം. അത് റൂൾ 3 റൂൾ 5 ആണ് പറയണത്. മാത്രമല്ല എല്ലാ പ്രൊഡക്റ്റിനും സർവീസിനും മെയിൻറ്റെയിൻ ചെയ്യാൻ പറയണില്ല. സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യും ഇന്ന പ്രൊഡക്റ്റിനും ഇന്ന സർവീസസ്. കാരണം മാനുഫാക്ചറിംഗ് റെഗുലേറ്റഡ് നോൺ റെഗുലേറ്റഡ് വരുന്നതിന് മാത്രമേ, ഇതിന്റെ അണ്ടറിൽ വരുന്നതിന് മാത്രമേ കോസ്റ്റ് റെക്കോർഡ്സ് ആവശ്യമുള്ളൂ. ഇതിലല്ലാത്ത പ്രൊഡക്ട്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം, സർവീസ് കൊടുക്കുന്നുണ്ടാവാം, അപ്പൊ അതിനൊന്നും ആവശ്യമില്ല. ആ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാധനങ്ങൾക്ക് എന്ത് ചെയ്യണം? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ടേൺ ഓവർ കൊടുക്കുമ്പോൾ ഇത് മാത്രമല്ല എടുക്കുക, അവര് മൊത്തം കൊടുക്കുന്ന എല്ലാ സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിനും മൊത്തത്തിന് ടേൺ ഓവർ 35 കോടിയിൽ കൂടുതലോ ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പറയും അതിന് റെഗുലേറ്റഡ് നോൺ റെഗുലേറ്റഡ് പെടുന്ന ഈ പറയുന്ന സർവീസസിനും പ്രൊഡക്റ്റിനൊക്കെ എന്ത് ചെയ്യണം? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. CRA1 ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി ആരാണ് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുക? അല്ല, കോസ്റ്റ് ഓഡിറ്റ് എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോസ്റ്റ് ഓഡിറ്റ് എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക? കോസ്റ്റ് ഓഡിറ്റ് ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ശ്രദ്ധിച്ചോളൂ. അപ്പൊ അവിടെ റെഗുലേറ്റഡ് സെക്ടർ എന്നും പറഞ്ഞു, നോൺ റെഗുലേറ്റഡ് സെക്ടർ എന്നും പറഞ്ഞു. റെഗുലേറ്റഡ് സെക്ടർ ആണെങ്കിൽ ടേൺ ഓവർ ഓവറോൾ ഗ്രേറ്റർ ദാൻ 50 crores. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മൊത്തത്തിൽ 50 കോടിയോ ഒരു കൂടുതലാണ് പറയണത്. അപ്പൊ നേരത്തെ പഠിച്ചു 35 കോടിയോ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം പറഞ്ഞു. പക്ഷെ എല്ലാ പ്രൊഡക്റ്റും സർവീസിനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അതിൽ നേരത്തെ പറഞ്ഞ റെഗുലേറ്റഡിലും നോൺ റെഗുലേറ്റഡിലും വരുന്ന പ്രൊഡക്റ്റും സർവീസിനും മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവർ അതിൽ പെടാത്ത പ്രൊഡക്ട്സും സർവീസസ് എന്ത് ചെയ്യണ്ടാവാം? മാനുഫാക്ചറിംഗ് സർവീസ് റെൻഡർ ചെയ്യണ്ടാവാം. ഇവിടെ പറയണത് 50 കോടി പറയണത്. ഇതേപോലെ റെഗുലേറ്റഡിലും നോൺ റെഗുലേറ്റഡിലും പെടുന്നതും പെടാത്തതുമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിനും സർവീസിനെയും ടേൺ ഓവർ 50 കോടി അതിൽ കൂടുതലുണ്ടായിരിക്കണം. പ്ലസ് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ഓർ സർവീസ് എന്ന് പറഞ്ഞാൽ ഈ റെഗുലേറ്റഡിൽ പെടുന്ന പ്രൊഡക്റ്റോ സർവീസോ അത് ഇൻഡിവിജ്വലി ഇപ്പൊ 1 2 3 4 സർവീസസ് റെഗുലേറ്റഡ്. നമ്മൾ റെഗുലേറ്റഡിനെ കുറിച്ചാണ് പറയുന്നത്.
റെഗുലേറ്റഡ് പെടുന്നതെന്ന് വിചാരിക്കാം. മൊത്തം ഞാൻ 10 സർവീസ് കൊടുക്കുന്നുണ്ട്, അതിൽ 4 സർവീസ് റെഗുലേറ്റഡ് ആ പെടുന്നതെന്ന് വിചാരിക്കാം. ഈ മൊത്തം 10 സർവീസ് കൂടിയിട്ട് 50 കോടി അതിൽ കൂടുന്നതായിരിക്കണം. ഈ 4 സർവീസിനും ഓരോന്നിനും 25 കോടിയോ അതിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ അപ്പൊ കോസ്റ്റ് ഓഡിറ്റ് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാവണല്ലേ? അപ്പൊ റെഗുലേറ്റഡ് സെക്ടർ ആണ് എങ്കിൽ ഞാൻ റെഗുലേറ്റഡ് സെക്ടറിൽ പെട്ട സർവീസ് ആണ് കൊടുക്കുന്നത് എങ്കിൽ മൊത്തം ഞാൻ കൊടുക്കുന്ന റെഗുലേറ്റഡ് സെക്ടറിൽ പെടുത്തിയിട്ടുള്ള സർവീസസും പ്ലസ് അതർ സർവീസ് കൂടി 50 കോടിയിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. ഈ റെഗുലേറ്റഡ് സെക്ടറിൽ പെട്ട സർവീസസിൽ ഓരോന്നിനും 25 കോടി അതിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ട് എങ്കിൽ അപ്പൊ എനിക്ക് കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആയിരിക്കും. ഇനി നോൺ റെഗുലേറ്റഡ് ആണെങ്കിൽ മൊത്തം 100 കോടി, അപ്പൊ മൊത്തം സർവീസ് 100 കോടി കൂടുതൽ എന്തുണ്ടായിരിക്കണം? ടേൺ ഓവർ ഉണ്ടായിരിക്കണം. മാത്രമല്ല ആ നോൺ റെഗുലേറ്റഡിൽ പെടുന്ന പ്രൊഡക്റ്റോ സർവീസിന് ഓരോന്നിനും 35 കോടി അതിൽ കൂടുതൽ ഒന്നുണ്ടായിരിക്കണം, ടേൺ ഓവർ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആയിരിക്കും. സോ കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആവാം. ആദ്യം കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഓർഗനൈസേഷന് എപ്പോഴാണ് കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആവുക? ഒന്ന്, ഞാൻ റെഗുലേറ്റഡ് സെക്ടറിലാണ് പറഞ്ഞെങ്കിൽ ഞാൻ കൊടുക്കുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ സർവീസ് ടേൺ ഓവർ 50 കോടിയിൽ കൂടുതലോ പ്ലസ് ആ റെഗുലേറ്റഡ് സെക്ടറിൽ പെടുന്ന പ്രൊഡക്ഷൻ സർവീസസിന് ഇൻഡിവിജ്വലി 25 കോടിയിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. നോൺ റെഗുലേറ്റഡ് സെക്ടറിലാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന മൊത്തം പ്രൊഡക്ഷൻ സർവീസിനും കൂടിയിട്ട് 100 കോടിയിൽ കൂടുതലോ, ഞാൻ നോൺ റെഗുലേറ്റഡ് സെക്ടറിൽ പെടുന്ന പ്രൊഡക്ഷൻ സർവീസ് ഇൻഡിവിജ്വലി 35 കോടി കൂടുതലോ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഈ കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആയിരിക്കും. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. 35 കോടിയോട് കൂടുതലോ ആണെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ റെഗുലേറ്റഡ് നോൺ റെഗുലേറ്റഡും 2 തരത്തിലാണ് കോസ്റ്റ് ഓഡിറ്റിന്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. ഞാൻ ആർക്കാണൊക്കെയാണ് ഓഡിറ്റർ ആവാൻ പറ്റുക? കോസ്റ്റ് അക്കൗണ്ട് അപ്പോയിന്റഡ് ബൈ ദ ബോർഡ്. ക്ലിയർ ആവുമല്ലേ? കമ്പനി ഓഡിറ്റർക്ക് കോസ്റ്റ് ഓഡിറ്റർ ആവാൻ പറ്റില്ല. കോസ്റ്റ് അക്കൗണ്ടന്റ് CMA കാരൻ തന്നെയാവണം. ഇനി കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ അല്ലാത്ത കേസസ് ആ പറയുന്നത്. ഒന്ന്, എന്റെ ടോട്ടൽ ടേൺ ഓവർ 75% എക്സ്പോർട്ട് എന്ന് വിചാരിക്കുക. ടോട്ടൽ റവന്യൂന്റെ 75% എക്സ്പോർട്ട് ചെയ്തെന്നുള്ള കിട്ടുന്ന റവന്യൂ എന്ന് വിചാരിക്കുക. കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ അല്ല. ഈ പറയുന്ന ടേൺ ഓവർ എക്സീഡ് ചെയ്താൽ കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ അല്ല. അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ അല്ല. അല്ലെങ്കിൽ എൻഗേജ് ഇൻ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ക്യാപ്റ്റീവ് കൺസംഷൻ. എന്റെ സ്വന്തം ക്യാപ്റ്റീവ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന്, എന്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഞാൻ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് എങ്കിൽ അപ്പോഴും കോസ്റ്റ് ഓഡിറ്റ് എന്നല്ല അപ്ലിക്കബിൾ അല്ല. അപ്പൊ ടോട്ടൽ ടേൺ ഓവറിന്റെ 75% കൂടുതൽ എക്സ്പോർട്ട് എന്നുള്ള ടേൺ ഓവർ ആണെങ്കിൽ, ഫോറിൻ കറൻസിയുള്ള ടേൺ ഓവർ ആണെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ അല്ല. സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ അല്ല. ഇനി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യേണ്ടത് ഞാൻ എന്റെ സ്വന്തം കൺസംഷന് വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിലും എന്താ കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ അല്ല. ഇപ്പൊ 35 crore ഓർമ്മ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. റെഗുലേറ്റഡ് സെക്ടറിലും നോൺ റെഗുലേറ്റഡ് സെക്ടറിലുള്ള പ്രൊഡക്റ്റ് സർവീസസിന് മാത്രം. ഞാൻ അല്ലാത്തും കൊടുക്കുന്നുണ്ടാവാം. CRA1 ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി അതിൽ റെഗുലേറ്റഡ് സെക്ടർ ആണെങ്കിൽ മൊത്തം 50 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ടായിരിക്കണം. അതിൽ റെഗുലേറ്റഡ് സെക്ടറിൽ പെട്ട ഓരോ സർവീസസിനും പ്രൊഡക്റ്റും 25 കോടിയിൽ ടേൺ ഓവർ ഉണ്ടായിരിക്കണം. നോൺ റെഗുലേറ്റഡ് ആണെങ്കിൽ മൊത്തം ടേൺ ഓവർ 100 കോടിയിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. നോൺ റെഗുലേറ്റഡ് പെട്ടിട്ടുള്ള പ്രൊഡക്റ്റും സർവീസസിനും 35 കോടിയിൽ കൂടുതൽ ഇൻഡിവിജ്വലി ടേൺ ഓവർ ഉണ്ടായിരിക്കണം. കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആയിരിക്കും. നോൺ അപ്ലിക്കബിലിറ്റിയും പറഞ്ഞു. ഇനി ഇതിൽ പറയാൻ മറ്റു കാര്യങ്ങളാണ്. ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യേണ്ടത് 180 days ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. അതൊക്കെ നോക്കേണ്ടത് MCQ ട്രൂ ഓർ ഫോൾസിന്റെ ഭാഗം കേട്ടോ. 150 ഫിനാൻഷ്യൽ കമൻസ് ചെയ്തിട്ട് 180 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഇനി അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? അപ്പോയിന്റ് ചെയ്ത ഫയൽ എ നോട്ടീസ് ഓഫ് അപ്പോയിന്റ്മെന്റ് വിത്ത് CG ഇൻ ഫോം CRA2. CRA2 സെൻട്രൽ ഗവൺമെന്റ് നോട്ടീസ് എന്തിനെ ഫയൽ ചെയ്യാം? with fees within 30 days of board meeting or 180 days of the commencement of financial whichever is earlier. അപ്പൊ ഒന്നിനും ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് 30 ദിവസം. ക്ലിയർ ആവണ്ടേ? അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമൻസ് ചെയ്തിട്ട് 180 ഡേയ്സിന്. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് വെച്ചാൽ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? CRA2 സെൻട്രൽ ഗവൺമെന്റ് നോട്ടീസ് എന്ത് ചെയ്തിരിക്കണം? ഫയൽ ചെയ്തിരിക്കണം. അയാൾക്ക് the cost auditor shall continue till the expiry of 180 days from the closure of financial year. അപ്പൊ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് ഏത് ഫിനാൻഷ്യൽ ഓഡിറ്റർ ആണോ അയാൾ, ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 180 ദിവസം അല്ലെ, അതുവരെ എന്ത് ചെയ്യാം? അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ 22-23 കോസ്റ്റ് ഓഡിറ്റർ ആണെങ്കിൽ ആ 1/4/23 തൊട്ട് 150 ദിവസം ഓർ സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കണേ വെച്ചാൽ അതിനു മുമ്പ് അയാളുടെ ടെനർ എന്ത് ചെയ്യും? അവസാനിക്കും. ഇത് ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ? ഇത്തരം കാര്യങ്ങൾ നോക്കും. ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഈ ഭാഗം നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് വായിച്ചു നോക്കുക. പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക ടെക്സ്റ്റിൽ. ഇതൊക്കെ MCQന്റെ ഭാഗങ്ങളാണ്. പ്രധാനമായിട്ട് അപ്ലിക്കബിലിറ്റിയുടെ ഭാഗം എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി. ഇത് ക്ലിയർ ആവുണ്ടോ? സോ ദിസ് ഈസ് സെക്ഷൻ 148 അബൌട്ട് ദ കോസ്റ്റ് ഓഡിറ്റ്. സോ വിത്ത് ദിസ് നമ്മുടെ കമ്പനി ഓഡിറ്റ് എന്ത് ചെയ്തു അവസാനിച്ചു. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
Qualification, disqualification, appointment, reappointment, removal, resignation. Then 143.1 in the duty, 143.12. ഇത്രയാണ് പ്രധാനമായിട്ട് ഇതിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കേട്ടോ. അപ്പൊ 20 മാർക്കിന് വരെ നമുക്ക് കമ്പനി ഓഡിറ്റിന് വരാം. ക്ലിയർ ആവുണ്ടല്ലേ? അപ്പൊ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, പഠിക്കാം.